ലോകത്തിൽ 150 കോടിയിൽ പരം മുസ്ലിം ലീഗുണ്ടെങ്കിലും പല രാജ്യങ്ങളും പരിചയമുള്ള നിരക്ക് പരിശോധിച്ചാൽ നമ്മുടെ മലബാറിൽ താമസിക്കുന്ന മുസ്ലിം ലീഗുകളുടെ അത്രയാണ് ഇസ്സത്തോടും അന്തസ്സോടും അഭിമാനത്തോടും ജീവിക്കുന്ന മുസ്ലിം സമൂഹങ്ങൾ മറ്റുള്ള പ്രദേശങ്ങളിലുണ്ടോ എന്ന് സംശയമാണ്. ഇല്ല എന്ന് പറയുന്നില്ല. അത്ര കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹങ്ങൾ ചോരി തന്നിട്ടുണ്ട്. എന്താണ് രഹസ്യമെന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. എന്തായിരുന്നാലും ശരി, ഈ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഏത് സമയങ്ങളും എന്തെങ്കിലും ഒന്ന് വളരാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നതോടുകൂടി ഒരു പ്രശ്നങ്ങൾ വരും. പിന്നെ ഒന്നിങ്ങനെ വളരാൻ വരുമ്പോഴേക്കൊരു പ്രശ്നങ്ങൾ വരും. പിന്നെ ഒന്ന് വളരുമ്പോഴേക്കൊരു പ്രശ്നം. അങ്ങനെ നമ്മുടെ അമൂല്യമായിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിച്ചുവിട്ടുകൊണ്ട് മറ്റു ചില കാര്യങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ആരോ ശ്രമിക്കുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നാം ഇന്ന് വിചാരിക്കും നാം എല്ലാവരും എല്ലാ വിധത്തിലും ഉന്നതമായ നിലവാരം പുലർത്തുന്നവരാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ അടിവേരുകളെ അറുക്കുന്ന, അടിവേരുകളെ നശിപ്പിക്കുന്ന, അടിവേരുകൾക്ക് തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പല ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ നാം അത് ചിന്തിക്കുന്നില്ല. നാം എന്താണെന്ന് ആലോചിക്കുന്നു പോലുമില്ല. ഇന്ന് നമ്മുടെ പ്രധാനമായിട്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവരുടെ മതപരമായിരിക്കുന്ന കാര്യങ്ങൾ, അവർ സാമ്പത്തികമായിരിക്കുന്ന പ്രശ്നങ്ങൾ, അവർ വിദ്യാഭ്യാസപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നാം ഒന്ന് കൂലങ്കഷമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ അടിത്തറയെ പൊളിച്ചു നിൽക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒന്നും തുറന്നു പറയാൻ പറ്റുന്ന സന്ദർഭമല്ല. അതുകൊണ്ടായി പറയുന്നത്. ഇവിടെ നികുതി കൊടുത്ത് ജീവിക്കുന്ന നമ്മൾ, ഇവിടെ ഗവൺമെന്റിന് എല്ലാ സഹായവും ചെയ്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ ഇവിടുത്തെ ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളിലും അത് നേടിയെടുക്കുവാൻ വേണ്ടി അവകാശപ്പെട്ട നമ്മൾക്ക് നമ്മുടെ അവകാശങ്ങളെ പല ഭാഗങ്ങളിൽ ധ്വംസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവകാശം തടയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് മാറാം. മലപ്പുറം ജില്ലയിൽ ഓരോരുത്തർക്കൊന്നും പോണ്ട, 81,000 കുട്ടികൾ ഇപ്രാവശ്യം +1 ആപ്ലിക്കേഷൻ കൊടുത്തു. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പിന്നെ ചിന്തിച്ചാൽ മതി. 31,000 കുട്ടികൾക്ക് മാത്രമുള്ള ഒരു സീറ്റ്. ശ്രദ്ധിക്കണം, 31,000 കുട്ടികൾക്കവിടെ സീറ്റുള്ളൂ. പക്ഷേ 81,000 ആളുകൾ ആപ്ലിക്കേഷൻ കൊടുത്തു. ഇപ്പോ ചില പത്രങ്ങൾ പറയുന്നു ഇവിടെ സീറ്റ് ഒഴിവാണ്. ചിന്തിക്കാട്ടോ, ആകെ 81,000 ആൾ കൊടുത്തു, 30,000 സീറ്റേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ പറയും സീറ്റൊക്കെ ഒഴിവാണ്. എന്തായാലും ഉള്ള പണി? ആ തന്ത്രം എന്താണ്? നമുക്കെന്താ അവകാശമില്ലേ? ഇവിടെ ആരെങ്കിലും ചോദിച്ചോ നമുക്ക് വേണമെന്ന്? ഇപ്പോൾ ഒരച്ഛൻ ആ വെളിഞ്ഞത്ത് ഒരു സമരം ചെയ്തു. എന്തിനു വേണ്ടി? അവിടുത്തെ ക്രിസ്ത്യാനികളായ മീൻപിടുത്തക്കാർക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട്. വിജയിച്ചോ? നമുക്ക് ഇത്തരം ഘട്ടങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വിരൽ ചൂണ്ടാൻ ആരെങ്കിലും ഉണ്ടോ? ചിന്തിക്കുക. കാരണം ഗവൺമെന്റിന് പുതിയൊരു ഉത്തരവുണ്ട്. എന്താ അറിയോ? ഒരു പോലീസുകാരനോ ഒരു ക്ലർക്കോ ആവണമെങ്കിൽ +2 പാസ്സാവണം. പക്ഷെ ഇതിലാരും ഉണ്ടാവുമോ? ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് യോഗത്തിൽ സംബന്ധിച്ച നിങ്ങൾക്ക് സ്വാഗതം പറയുക എന്നുള്ള കർത്തവ്യം മാത്രമാണ് ഇനി നിക്ഷിപ്തമായിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു യോഗം, ഇങ്ങനെ ചർച്ചാ ക്ലാസ്, ഒരു വിജ്ഞാനം വിതറാൻ പറ്റുന്ന ഒരു രംഗം ഇവിടെ ഉണ്ടാക്കി നമ്മുടെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ നായിബ് ഖാദിയും ഞങ്ങളുടെ ഖത്തീബും ഞങ്ങളുടെ മുദരിസും ഞങ്ങളുടെ മുസ്ലിമുമായിരിക്കുന്ന MK അബൂബക്കർ കാരിയും അവരെ ഈ സന്ദർഭത്തിൽ പുകഴ്ത്തായിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് അദ്ദേഹം സ്വാഗതം ആശംസിക്കുക. രണ്ടാമത് നമ്മുടെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് വംശത്തിൽപ്പെട്ട മുസ്വാ തങ്ങൾ അവരുകളാണ്. അദ്ദേഹം ഞാൻ ഒന്നിച്ച് 1ാം ക്ലാസ് മുതൽ പഠിച്ച ആൾക്കാരാണ്. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ സ്വന്തം നിലയിലും ഒരു കമ്മിറ്റി പ്രതിനിധി എന്ന നിലയിലും സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ടി ഷറഫുദ്ദീൻ ഹാജി അവരുകളാണ്.
അത് അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് സ്വന്തം നിലയിലും അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ സ്വന്തം ഒരു ഭാരവാഹി എന്ന നിലയിലും സ്വാഗതം ആശംസിക്കുന്നു. പിന്നീട് നമ്മുടെ കമ്മിറ്റിയുടെ ഖജാൻജിയാണ് KT അബൂബക്കർ ഹാജി. അദ്ദേഹം എനിക്ക് പറയാൻ പാടില്ല, എന്നാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ദക്ഷിണ ഇന്ത്യയിൽ ഒരു മുസ്ലിം ഇത്ര ഉദ്യോഗം വഹിച്ച ആൾ വേറെ ഉണ്ടാവില്ല. ദക്ഷിണ ഇന്ത്യയിൽ അത്രയും ഉയർന്ന സ്ഥാനത്ത് ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് നമുക്ക് എല്ലാ കമ്മിറ്റിക്കും കൊണ്ട് നിർദ്ദേശങ്ങൾ തരുന്ന ആളാണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിച്ചോളൂ. അതുപോലെ തന്നെ നമ്മുടെ ജോയിന്റ് സെക്രട്ടറി സഫർ തങ്ങൾ, അതുപോലെ തന്നെ സയ്യിദന്മാരും പിന്നെ സയ്യിദബു തങ്ങൾ, ഉസ്മാൻ മാസ്റ്റർ, അതുപോലെ തന്നെ പിന്നെ ഇവിടെ മുത്താലിമികൾ, ഇവിടെ അധികമായിട്ട് വരിക്കുന്ന പണ്ഡിതന്മാർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി, ഈ യോഗത്തിൽ അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുസ്തഫ തങ്ങൾ അവരുടെ ആദരവോടും വരുന്നു. അപ്പോ നമ്മുടെ അധ്യക്ഷൻ മുസ്തഫ തങ്ങൾ അവരാണ്. അദ്ദേഹം ഒരു അധ്യക്ഷ പ്രസംഗം അല്പം ചെയ്യുന്നതാണ്. ബഹുവന്യരായ യുവ പണ്ഡിതന്മാരെ, നമുക്ക് നമ്മുടെ കാളിയായിരിക്കുന്ന അബൂബക്കർ ദാരിമി അവറുകൾ, ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ ഹാജി അവറുകൾ, അബൂ സാഹിബ്, ഉസ്മാൻ സാഹിബ്, സഫറങ്ങൾ, നല്ലവരായ നാട്ടുകാരെ, ഈ വിനീതനായ നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഈ വിലപ്പിടിച്ച സമയം ആശംസകളെ കൊണ്ടും മറ്റും വെറുതെ കളയുന്നത് ശരിയല്ല. ഏതായാലും പറഞ്ഞ അവസ്ഥക്ക് 1-2 വാക്കുകൾ മാത്രം പറഞ്ഞ് സാവധാനം പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമ്മളെല്ലാവരും ഒരുപക്ഷെ ഈ ഇരിക്കുന്ന ആളുകളിൽ ഒരുപാട് ദാരിമ്യങ്ങളും പൈസകളും ചക്കാപ്പികളൊക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ഒരു മനുഷ്യന്റെ അറിവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓം കുട്ടിപ്രായം മുതൽ ഓന്റെ മരണം വരെയും ഓം വിദ്യാർത്ഥിയാണ്. കാരണം അതിലൊരു സക്കാഫിയായി, അതൊരു ദാരിമ്യമായി, അതിൽ മറ്റെന്തെങ്കിലും ഒരു വിധം കിട്ടി എന്ന് വിചാരിച്ചിട്ട് മാത്രം അവന്റെ പാണ്ഡിത്യം അവസാനിക്കുന്നില്ല. ഏതായാലും ബഹുമാനപ്പെട്ട നമ്മളെ അബൂബക്കർ ദാരിമികളുടെ വിജ്ഞാനമായ ക്ലാസ് ഉള്ളതുകൊണ്ട് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നിങ്ങളെല്ലാവരെയും ഈ പരിപാടിക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മളെ ഷറഫുദ്ദീൻ ഹാജി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لو كان البحر مدادا لكلمات ربي لنفذ البحر قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا. صدق الرسول، صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: من تمسك سنتي عند فساد أمتي فله أجر 100 شهيد. صدق الرسول الكريم. ഏറ്റവും സ്നേഹാദരണീയരായ പണ്ഡിത ശ്രേഷ്ഠർ, ഈ മഹല്ലത്തിന്റെ ഉപകാലിയും മുദരിസും മുഹത്തിയുമായ ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് അവകളെ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട PM മുസ്തഫ തങ്ങൾ, നമ്മുടെ
കെ.ടി. അബുഹാജി, ഉസ്മാൻ താമരത്ത്, സെക്രട്ടറി അംസമൗലവി, സഫർ സൈദപ്പു തങ്ങൾ, മറ്റു പണ്ഡിത ശ്രേഷ്ഠന്മാരാകുന്ന ഉസ്താദുമാരെ, ഇവിടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നവർക്ക് ഈ കവാടത്തെ തുറന്നു കൊടുക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലാസ് നടക്കാനുണ്ടായ കാരണം, ഇങ്ങനത്തെ ഒരു പ്രഭാഷണത്തിന്റെ പ്രധാനമായ കാരണം, നമുക്കറിയാം ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ ഒരു നിലവിളക്കിനെ കുറിച്ചുള്ള ഒരു നിലവിളികൾ പല ഭാഗത്തും വല്ല ഉൽപ്പതിഷ്ടുക്കളും ബുദ്ധിജീവികളും കാരശ്ശേരിയെപ്പോലത്തെ ആൾക്കാരുമൊക്കെ തന്നെ നടത്തിയപ്പോൾ അതിന് ശരിക്ക് ഫിഖ്ഹ് കർമ്മശാസ്ത്രം എന്ത് പറയുന്നു, ഫിഖ്ഹ് കർമ്മശാസ്ത്രത്തിൽ എന്താണ് ഈ വിഷയത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി വന്നിട്ടുള്ളത്, അതിനെ വിശദീകരിച്ചുകൊണ്ട് അതിനെ ജനങ്ങൾക്ക് പണ്ഡിതന്മാർക്ക് തന്നെ ഒരു ക്ലാസ് എടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ വെച്ചിട്ടുള്ളത്. അത് മഹല്ല് അടിസ്ഥാനത്തിൽ വെച്ചു എന്ന് മാത്രം. അപ്പോ നിലവിളക്കിനെ കുറിച്ച് ഈ ഫിഖ്ഹ് കർമ്മശാസ്ത്രം വ്യക്തമായി എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഈ ജവഹർ സുന്ന എന്ന അസോസിയേഷന്റെ കീഴിലാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. കാരണം നമുക്കറിയാം ഖുർആൻ ഒരു വിശാലമായ ഒരു അറ്റമില്ലാത്ത വിഷയങ്ങളാണ്. കാരണം അത് അവസാനിപ്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ വിശാലത പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു, യുദ്ദു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ വമാ യുദ്ദു ബിഹി ഇല്ലൽ ഫാസിഖീൻ. ഈ ഖുർആൻ കൂടി തന്നെ യാതൊരു മുന്നിലും പരിശുദ്ധ ഖുർആനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പറയുന്നത്. നമുക്കറിയാം ബഹുമാനപ്പെട്ട ബുദ്ധിജീവിയും വലിയ പ്രഭാഷകനുമായിരുന്ന ബഹുമാനപ്പെട്ട മുസഫുൽ ഫൈസി ഫതാബുൽ കുബ്ര ഉദ്ദേശിച്ചുകൊണ്ടാണ് നിലവിളക്കിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചത്. മറ്റു ചില ആളുകളെ പ്രതികൂലിച്ച് സംസാരിച്ചുവെങ്കിലും പക്ഷേ പരിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേക സവിശേഷത എന്ത് എന്ന് ചോദിച്ചാൽ അതാണ് യുദ്ദു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ വമാ യുദ്ദു ബിഹി ഇല്ലൽ ഫാസിഖീൻ. ഖുർആൻ ഓരോ ആളുകളും ഉദ്ധരിക്കുന്നത് പോലെ ഉദ്ദേശിച്ചതുപോലെ കൊണ്ടു നടക്കാനുള്ള ഒരു പ്രത്യേക ഉണ്ട്. പക്ഷേ അതിന് അള്ളാഹുവിന്റെ മഹത്തുക്കാവുന്ന മഹാന്മാരാവുന്ന മുജ്തഹിദീങ്ങൾ അതിന് ഒരു ചില രൂപങ്ങളും അതിന്റെ അടിസ്ഥാന ലൈനുകളും വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ വരച്ചു കൊടുത്ത അതേ ലൈനിലൂടെയല്ലാതെ ഒരിക്കലും ഈ ഖുർആനെ പരിഭാഷപ്പെടുത്താനോ ഖുർആനെ വ്യാഖ്യാനിക്കപ്പെടാനോ സാധ്യമല്ല. കാരണം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറഞ്ഞതായിട്ട് ഞാൻ എന്റെ ചെവികൊണ്ട് കേട്ടിട്ടുണ്ട്. ഈ പരിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കപ്പെടേണ്ടത് ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടണം, അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടണം. അല്ലാത്ത പക്ഷം ഒരിക്കലും ഖുർആനെ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ട് ജനങ്ങളെ വഴികേടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ വഴികേടിലേക്ക് കൊണ്ടുപോകുന്ന ആൾ ആ കബറിൽ ആ നരകത്തിൽ അവരുടെ സീറ്റിനെ ബുക്ക് ചെയ്തു കൊള്ളട്ടെ എന്ന് മഹാനവറുകൾ പറഞ്ഞതായി എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഈ ഖുർആനെ വിളിച്ചുകൊണ്ട് തന്നെ എല്ലാ പ്രസ്ഥാനക്കാരും ഖുർആനാണ് തെളിവ് പറയുക. പക്ഷേ ഖുർആന്റെ അടിസ്ഥാനപരമായ ഖുർആനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും പറയാൻ പാടില്ല. ഖുർആൻ വളരെ നിബന്ധനകളും നിയമങ്ങളും അതിന്റെ വ്യവസ്ഥകളും ഖുർആനിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഉദാഹരണം തഫ്സീർ നിർത്താൻ 5 മിനിറ്റ് കൊണ്ട് നിർത്താം. കാരണം നമുക്കറിയാം നമ്മുടെ മഹാനായ മദ്ഹബിന്റെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തങ്ങൾ ഹിജ്റ 80 ജനിക്കുകയും 150 വഫാത്താവുകയും ചെയ്ത 70 കൊല്ലം ജീവിച്ച മഹാനാണല്ലോ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തങ്ങൾ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ ഹിജ്റ 93 ജനിക്കുകയും 179 വഫാത്താവുകയും 86 കൊല്ലം ജീവിച്ചു എന്നതാണ് ഇമാം ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ. അതേപോലെ തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ 150 ജനിക്കുകയും 204 വഫാത്താവുകയും 54 കൊല്ലം കൊണ്ട് ജീവിച്ചു. ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളെ ഭാരമായ ഗ്രന്ഥങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് എഴുതിക്കൊണ്ട് ലോകത്തിന് സമർപ്പിക്കപ്പെട്ട വലിയ മഹാന്മാരാണ് അവരൊക്കെ. അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ 141 ജനിക്കുകയും 164 ജനിക്കുകയും 241 വഫാത്താവുകയും 77 കൊല്ലം ജീവിക്കുകയും ചെയ്തു. കാരണം ഇത്രയും വലിയ പണ്ഡിത ശ്രേഷ്ഠന്മാർ ലോകത്തിന് മാതൃകാപരമായ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ അനാവരണം ചെയ്തുകൊണ്ട് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത അവരിൽ കൂടിയല്ലാതെ അവരിൽ കൂടിയാണ് ഇസ്ലാമിന്റെ പ്രബോധനവും ദൗത്യവും നിർവഹിക്കപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ഈ ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴൊക്കെ
അഭിപ്രായങ്ങളും സ്വന്തം അഭിപ്രായങ്ങൾ എത്രയും വിജയി പ്രസ്ഥാനക്കാർക്ക് തന്നെ സ്വന്തം അഭിപ്രായങ്ങൾക്കനുസരിച്ച് വിജയി പ്രസ്ഥാനം മുന്നോട്ട് പോയതുകൊണ്ടാണ് വിജയി പ്രസ്ഥാനത്തിന് അപജയം സംഭവിക്കാനുണ്ടായ കാരണം എപ്പോഴും അതിന് റൂട്ടുണ്ട്. ആ റൂട്ട് നമുക്കറിയാം. അതേപോലെ തന്നെ സംസാരത്തിലും പ്രവൃത്തിയിലും എഴുത്തിലും ഒക്കെ തന്നെ അതിന്റെ സീക്വൻസ് നിലനിർത്തുക എന്ന ഒരു പൊതുതത്വം, ആ തെറ്റിമുവാലാത്ത്, ആ മുറിഞ്ഞു പോകാതെ ആ കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് സംസാരിക്കുകയും എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ സമയം ഉദ്ദേശിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആ വിഷയത്തിൽ അധിഷ്ഠിതമായ ആ ക്ലാസുകൾ കേൾക്കുവാൻ വേണ്ടിയാണല്ലോ ഈ പണ്ഡിത ശിരോമണികളാവുന്ന അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ തന്നെ ശിഷ്യന്മാരിവിടെ പല പള്ളിയിലും സേവനാനുഷ്ഠിക്കൊണ്ടിരിക്കുന്ന ആ ശിഷ്യന്മാരിവിടെ വെച്ചിട്ടുള്ളത്. അത് ഉസ്താദിന്റെ ക്ലാസ്, ഉസ്താദ് ലക്ഷ്യം വെക്കുന്നത് അവർക്ക് ഈ ഉസ്താദിന്റെ പഠനം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇതിലുണ്ട്. അതുകൊണ്ട് ഇത്തരം അപശബ്ദങ്ങൾ കൊണ്ടുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യങ്ങളെ വിശദമായി പഠിപ്പിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഈ ശിഷ്യന്മാരെ അദ്ദേഹം ഇവിടേക്ക് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനത്താൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി കുറഞ്ഞ വാക്കുകളിൽ ഒതുക്കി ഉസ്മാൻ മാഷ് നമ്മോട് സംസാരിക്കുന്നതാണ്. സാധനം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ ഉസ്താദിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി 10 മണിക്കാണ് എന്ന് വാട്സപ്പിൽ കണ്ട മെസ്സേജ് അനുസരിച്ച് 10 മണിക്ക് എത്തിയതാണ്. 11 മണിക്ക് മുനിസിപ്പൽ കൗൺസിൽ നടക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പോകും. ഇതെവിടെ സമാധാനം എന്താ വെച്ചാൽ ഇവിടെ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പൊ എന്തായാലും അത് കേൾക്കാലോ എന്ന സമാധാനത്തിലാണ്. നമ്മുടെ നാട്ടിൽ അല്പജ്ഞാനികളും അജ്ഞാനികളും കയറി അഭിപ്രായം പറയുന്ന ആകെ ഈ രംഗം മലീമസമാക്കിയിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിലാരാണ് ആധികാരികമായ അഭിപ്രായം പറയേണ്ടത് എന്ന് വകവെച്ചു കൊടുക്കാൻ പോലും സന്മനസ്സില്ലാത്ത തരത്തിൽ എല്ലാ വഴിപോക്കരും കയറി അഭിപ്രായം പറയുന്ന ഒരു വിഷയമായിട്ട് അങ്ങേയറ്റത്തെ മതവിധി കൊണ്ട് കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു വിഷയമാണിത്. നമുക്കറിയാം, നമ്മുടെ ദൃശ്യമാധ്യമ സംസ്കാരം ഉണ്ടാക്കിയ വലിയൊരു അപകടമാണിത്. രാത്രി 8 മണിയായാലും ചുണ്ട് ലിപ്സ്റ്റിക് തേച്ച് മുഖത്ത് റോസ് പൗഡർ ഇട്ട വാർത്താ അവതാരകനും അവതാരകയും കയറിയിട്ട് സകലമായ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാണ്. ഈ ചർച്ചയ്ക്കിടയിൽ പിന്നെ നമ്മുടെ വലിയ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, മുസ്ലിം ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ് കുറച്ച് ട്രേഡ് മാർക്കുള്ള 2-3 ആൾക്കാരുണ്ട്. അവരെ പേര് മുസ്ലിം ബുദ്ധിജീവികളെന്നാണ്. എന്നാൽ അവർക്ക് മതസംബന്ധമായിട്ട് പ്രാഥമികമായിട്ടുള്ള ധാരണ പോലും ഇല്ല. അങ്ങനത്തെ ആളുകളെ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ മുഖ്യധാരയിലെ മാധ്യമ സംസ്കാരം, അങ്ങനെയാണ്. അപ്പൊ അത്തരം ആളുകളൊക്കെ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ബഹളമയമായിട്ടുള്ള ഒരു ചർച്ച ഉണ്ട്. ഈ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. അത് നല്ല സമയത്ത് ഈ വിഷയത്തിന്റെ മൗലികത, പണ്ഡിതന്മാർ, സമൂഹത്തിൽ അവർ ചെയ്യേണ്ട ബാധ്യത അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ രാജ്യത്ത് ഉള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ മുസ്ലിം നേതാക്കന്മാർ, ഏത് രാഷ്ട്രീയ പാർട്ടി, ഏത് വിഭാഗം ഞാൻ പറയുന്നില്ല, ഏത് നേതാക്കന്മാരും ഇതിൽ ആഴത്തിലുള്ള പണ്ഡിതന്മാരുമായിട്ടുള്ള ആശയവിനിമയത്തിലോടുകൂടി അഭിപ്രായം പറയേണ്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇത്. പിന്നെ വലിയൊരു അപകടം എന്താ വെച്ചാൽ, നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ജനാധിപത്യ രാജ്യത്ത് പൊതുവെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ ഏത് ജനാധിപത്യ രാജ്യത്തിലുണ്ടാകുന്ന ഒരു പൊതു പ്രതിഭാസം എന്താ വെച്ചാൽ, ആ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ സംസ്കാരങ്ങളും ആചാരങ്ങൾക്കും സമൂഹത്തിൽ ആധിപത്യം ഉണ്ടാവും. ഇന്ത്യയിൽ എന്താ വെച്ചാൽ, മുസ്ലിങ്ങൾ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ തെക്കു പടിഞ്ഞാറ് തീരത്തൂടെയാണ് ഇസ്ലാം വന്നത്. അപ്പുറത്ത് വടക്കുഭാഗത്തൂടെ സാമ്രാജ്യത്വ താല്പര്യവുമായിട്ട് വന്ന രാജാക്കന്മാരും മുസ്ലിം ഭരണാധികാരികളും വേറെയുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ ഇവിടെ ഉണ്ടായത് ഈ തീരപ്രദേശത്ത് നിന്നുള്ള മുസ്ലിം
ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് പറിച്ചു നട്ടപ്പോൾ വലിയ തോതിലുള്ള സാംസ്കാരികമായ വിനിമയം നടന്നുവിടെ മറ്റു മതങ്ങളൊക്കെ ആയിട്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആചാരങ്ങളും സംസ്കാരങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. ഹിന്ദു സംസ്കാരത്തിന്റെ തന്നെ ചില ആചാരങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരുടെയും മുസ്ലിം നേതാക്കന്മാരുടെയും ബാധ്യത ഈ സാംസ്കാരികമായിട്ടുള്ള അപജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള മാർഗദർശനം നൽകുക എന്നുള്ളതാണ്. ഞാനൊരു നിലവിളക്കിന്റെ പ്രശ്നം മാത്രമല്ല പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്ന കരിനിയമങ്ങൾ, നമ്മുടെ രാജ്യത്ത് പള്ളികൾക്കെതിരായിട്ടുണ്ടാകുന്ന വിവാദങ്ങൾ, ഈ തരത്തിൽ എണ്ണിയാല് മതപരമായിട്ടുള്ള മുസ്ലിങ്ങളുടെ സ്വത്വത്തിനും സംസ്കാരത്തിനും നേരെ നടക്കുന്ന വലിയ ഇടപെടലുകളുണ്ട്. ആ ഇടപെടലുകളിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും രക്ഷപ്പെടുത്താനുള്ള കാലോചിതമായ നേതൃത്വമാണ് യഥാർത്ഥത്തിൽ പണ്ഡിത സഭ ഏറ്റെടുക്കേണ്ടത്. ആ അർത്ഥത്തിൽ നിലവിളക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇതിപ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇതിന്റെ മതവിധിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. മതവിധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് മറ്റു സമുദായത്തിന്റെ വിശ്വാസപരമായിട്ടുള്ള ആചാരങ്ങൾ തന്നെയാണ്. വളരെ ലാഘവത്തോടുകൂടി ഈ ചർച്ചയിൽ പങ്കെടുത്ത് മഹാഭൂരിഭാഗം ആളുകൾ അഭിപ്രായം പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. നിയ്യത്തല്ലേ പ്രധാനം എന്നാണ് ചില ആളുകൾ പറയുന്നത്. നിയ്യത്താണോ പ്രധാനം? നിയ്യത്ത് പ്രധാനമാണ്. പക്ഷെ നമ്മുടെ നിയ്യത്ത് എന്നാ വേറെ വെച്ച് നമുക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നിയ്യത്ത് വേറെ എന്തെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ പറ്റുമെന്നാണ്. പടച്ച തമ്പുരാന്റെ മുമ്പിലല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ലല്ലോ നമ്മുടെ നിയ്യത്ത്. അപ്പോൾ ഇങ്ങനെ ഇതിനെ വളരെ ലാഘവത്തോടുകൂടി ചുരുക്കിക്കൊണ്ടുവരികയും ഇത് പകുതി വിവരമുള്ള ആളുകൾക്കിടയിൽ വലിയ തോതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതിന് യഥാർത്ഥത്തിൽ വക്രതയില്ലാതെ ഈ നിലപാട് സമൂഹത്തിൽ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ആ ദൗത്യം നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള ഗഹനമായിട്ടുള്ള പിന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ എവിടെ ഉണ്ടെങ്കിലും ശ്രദ്ധിച്ചു. മഹാഭൂരിഭാഗം ക്ലാസുകളുടെയും ഒരു പോരായ്മ എന്താ വെച്ചാൽ ചർച്ച മുഴുവൻ വ്യാപരിക്കുന്നത് തൊലിപ്പുറമേണ്, ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല. അപ്പൊ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പഠനമാണ് ഏറ്റവും അഭികാമ്യം. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി നാം ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന നിലവിളക്കിന്റെ കർമ്മശാസ്ത്ര വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രഗത്ഭ പണ്ഡിതൻ ഉസ്താദ് MT അബൂബക്കർ ദാരിമിയെ സാദരം ക്ഷണിച്ചുകൊള്ളുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله مولانا العظيم. مثل الذي يعلم الناس الخير وينسى نفسه كمثل السراج يضيء للناس ويحرق نفسه. ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനനായ സയ്യിദ് മുസ്തഫ തങ്ങൾ അവരുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനനായ ടി ഷറഫുദ്ദീൻ ഹാജി അവരുടെ പ്രഗത്ഭനായ നമ്മുടെ മഹല്ല് ഖജാൻജി ബഹുമാനനായ KT അബുഹാജി, മഹല്ല് സെക്രട്ടറി ബഹുമാനനായ VC ഹംസ മൗലവി, അതുപോലെ നാമത്തമംഗലം മഹല്ലിന്റെ കാര്യദർശിയായ ബഹുമാനനായ ഷറഫുദ്ദീൻ ബഹുമാനപ്പെട്ട സഫർ തങ്ങൾ, നേരത്തെ പ്രൗഢമായ തികച്ചും സാന്ദർഭികമായ ഒരു ഹ്രസ്വമായ ആശംസ പ്രഭാഷണം നിർവഹിച്ച ബഹുമാനനായ നമ്മുടെ താമരത്ത് ഉസ്മാൻ സാഹിബ്, അതുപോലെ ഈ മഹത്തായ നമ്മുടെ ഈ പരിപാടി തത്സമയം ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്കും ഈ സമയം നമ്മുടെ മാനത്തുമംഗലം ജുമാഅത്ത് പള്ളിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് സംപ്രേഷണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തകൾ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രതിനിധിയായ ബഹുമാനപ്പെട്ട സ്വാലിഹ് ഒറ്റപ്പാട്,
അതുപോലെ തന്നെ ഈ മഹത്തായ പണ്ഡിത ചർച്ചാ ക്ലാസ്സിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാര്, അതുപോലെ സുഹൃത്തുക്കള്, ഈ സന്ദേശം കേട്ടറിഞ്ഞുകൊണ്ടിവിടെ കടന്നു വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെ ശ്രദ്ധേയമായ, അനിവാര്യമായി പണ്ഡിതന്മാർ ഇടപെടേണ്ടുന്നതുമായ ഒരു വിഷയം, അഥവാ നിലവിളക്കിന്റെ കർമ്മശാസ്ത്ര വീക്ഷണം. അതാണ് ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഇബാറത്തുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു കുറിപ്പ്, 4 പേജുള്ള ഒരു കുറിപ്പ് നിങ്ങളുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ആ കുറിപ്പിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ക്ലാസ് മാത്രമാണ് ഇവിടെ നിർവഹിക്കുന്നത്. അതിനപ്പുറം ഇപ്പുറം കൂടുതൽ വിശദീകരണങ്ങളോ കാര്യങ്ങളോ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ സമയത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഉള്ള ഒരു വിശദീകരണം മാത്രമാണ്. അതുകൊണ്ട് പറയുന്നത് എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം. ഇത് നമ്മൾ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഈ പരിപാടിയിൽ ഒരു പക്ഷേ നമ്മുടെ ഈ ഹാളിൽ കൊള്ളുന്ന ആളുകൾ മാത്രമാണ് ശ്രോതാക്കളായിട്ട് ഇവിടെ ഹാജരായിട്ടുള്ളതെങ്കിലും ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഈ സമയം ഈ പരിപാടി കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ഈ പരിപാടി നിങ്ങൾ ശ്രവിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ക്രോഡീകരിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായ ആമുഖമായിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എല്ലാവരോടും ഉണർത്തുകയാണ്. ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്ന നമ്മുടെ മാനത്തുമംഗലം മഹല്ല് കമ്മിറ്റിയും, അതുപോലെ ഇവിടെ വന്ന എല്ലാ ആളുകൾക്കും ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ സജ്ജമാക്കി കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലവും പുണ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, നിലവിളക്കിന്റെ കർമ്മശാസ്ത്ര വീക്ഷണമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു ബഹുമത സമൂഹം നിലകൊള്ളുന്ന ഇന്ത്യ രാജ്യത്ത്, ഈ രാജ്യത്ത് നിലവിളക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിറകിൽ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ് എന്നും ആ ലക്ഷ്യത്തെ പ്രതിരോധിക്കാൻ നാം എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നുമുള്ള കാര്യങ്ങളല്ല ഇവിടെ തൽക്കാലം ചർച്ച ചെയ്യുന്നത്. കാരണം അത്തരം ചർച്ചകൾ മറ്റുള്ള വേദികളിലാണ് പറയേണ്ടത്. എന്നുവെച്ചാൽ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറയാം. നേരത്തെ ഉസ്മാൻ മാഷ് പറഞ്ഞ ചില സൂചനകൾ, അതായത് ഇവിടെ ബഹുമത സമൂഹങ്ങൾ, അതിൽ ഭൂരിപക്ഷത്തിന്റെ സംസ്കാരങ്ങളും അവരുടെ രീതികളും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് അത് നമ്മുടെ രാജ്യത്തിന്റെ സമകാലിക വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ചർച്ചകളിലേക്കല്ല ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നിർവഹിക്കുന്നത് കർമ്മശാസ്ത്ര വീക്ഷണം. ആ കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ മതവിധികളെ നാം രൂപീകരിക്കേണ്ടതും നമ്മുടെ മതവിധികളെ നാം പ്രചരിപ്പിക്കേണ്ടതും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന മതവിധികളെ ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കേണ്ടതും കർമ്മശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണ്. നിലവിളക്ക് എന്നാണ്. എന്താണ് നിലവിളക്ക്? നിലകളുള്ള വിളക്ക് എന്നാണോ നിലത്ത് വെക്കുന്ന വിളക്ക് എന്നാണോ? എന്താ ഇതിനർത്ഥം? നിങ്ങൾക്ക് തന്ന കുറിപ്പിൽ നൽകിയ അതിന്റെ തലവാചകത്തിൽ കൊടുത്തത് ഹുക്കുമുൽ മിസ്ബാഹിൽ അർദീന എന്നുവെച്ചാൽ ഭൂമിയിൽ വെക്കുന്ന വിളക്കിന്റെ വിധിയെന്നാണ്. അതങ്ങനെ കൊടുക്കാനുള്ള കാരണം നിലവിളക്കിനെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ മലയാളത്തിന്റെ ആധികാരികമായ ശബ്ദധാരാവലി പോലുള്ള നിഘണ്ടുക്കളിൽ പറയുന്നത് നിലവിളക്ക് എന്ന് പറഞ്ഞാൽ നിലവിളക്ക് തറയിൽ നിർത്തക്കവണ്ണം നിർമ്മിച്ചിട്ടുള്ള ഓട്ടുവിളക്ക്. എന്നിട്ട് പറയാണ്, അതിനൊന്നുകൂടി വിശദീകരിച്ച് പറയാണ്, തറയിൽ മറിയാതെ നിൽക്കത്തക്കവണ്ണം ഭാരമുള്ളതും വൃത്താകൃതിയുള്ളതുമായ ചുവടോടുകൂടിയ തണ്ടും അതിന്മേൽ ഘടിപ്പിക്കാവുന്ന തട്ടും ഉള്ളത്. അപ്പൊ ഒരുപാട് തട്ടുണ്ടായിക്കൊള്ളുന്നില്ല, തണ്ടും തട്ടും. അത് ഭൂമിയിൽ മറിയാതെ നല്ല സുരക്ഷിതമായിട്ട് കുറച്ചൊക്കെ കനണ്ടായിട്ട് ഭൂമിയിൽ സ്ഥാപിക്കുന്ന, ഭൂമിയിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് സ്ഥാപിക്കുന്നതാവാം, ഭൂമിയിൽ വെച്ചുകൊണ്ട് സ്ഥാപിക്കുന്നതാവാം. തട്ടിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നു. എല്ലാ മംഗളകർമ്മങ്ങൾക്കും കേരളീയർ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ വരും. കേരളീയർ എന്ന് പറയുമ്പോൾ ആരാണ് ഈ കേരളീയർ? കേരളത്തിൽ താമസിക്കുന്ന എല്ലാവരും ആണോ? അവരിൽപ്പെട്ട ഏതെങ്കിലും ആളുകളാണോ? അതൊക്കെ വേറെ ചിന്തിക്കേണ്ടതാണ്. എല്ലാ മംഗളകർമ്മങ്ങൾക്കും കേരളീയർ നിലവിളക്ക് കത്തിക്കാറുണ്ടെന്നാണ് ശബ്ദധാരാവലിയിൽ പറയുന്നത്.
വിളക്കിനെ നിർവചിച്ചുകൊണ്ട്, വിളക്ക് ഇപ്പൊ നിലവിളക്കിന്റെ കാര്യം പറഞ്ഞത്, ഇനി വിളക്കിന്റെ നിർവചനം കൂടി ഒന്നുള്ളത് ശ്രദ്ധിക്കാം. മലയാളത്തിലുള്ള നിർവചനമായി പറഞ്ഞിട്ടോ, മലയാളത്തിലുള്ള നിലവിളക്കാണല്ലോ നമ്മൾ, മലയാളികളുടെ നിലവിളക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ മലയാളത്തിൽ അതിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിളക്ക് പ്രകാശം നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണം. എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്ന വിളക്കുകളാണ് ആദ്യകാലത്തുണ്ടായിരുന്നത്. അപ്പൊ ആദ്യകാലത്ത് മണ്ണെണ്ണ വിളക്കില്ല, ആദ്യകാലത്ത് ചിമ്മിനി വിളക്കില്ല. ചിമ്മിനി വിളക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പുക പുറത്തേക്ക് പോകുന്ന തിരി കൊയലിലൂടെ ഇറക്കിക്കൊണ്ട് കത്തിക്കപ്പെടുന്ന ആ രൂപത്തിലുള്ള വിളക്കുകളുണ്ടല്ലോ, ചിമ്മിനി വിളക്ക്, അതൊന്നും ആദ്യകാലത്തില്ല. ആദ്യകാലത്തുണ്ടായിരുന്നത് എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്ന വിളക്കുകളാണ് ആദ്യകാലത്തുണ്ടായിരുന്നത്. പുരാതന ശിലായുഗം മുതൽ ഉപയോഗിച്ചു വരുന്നു. 18ാം ശതകത്തിലാണ് ചിമ്മിനിയുള്ള ഗ്ലാസ് വിളക്കുകൾ നിലവിൽ വന്നത്. 19ാം ശതകത്തോടെ മണ്ണെണ്ണ വിളക്കുകൾ ഉണ്ടായി. മണ്ണെണ്ണ വിളക്കൊന്നും പഴയ കാലത്ത് ഇല്ലാന്നാ. 20ാം ശതകത്തിൽ മെർക്കുറി ആർക്ക് വിളക്കുകളും കാർബൺ വിളക്കുകളും ഉണ്ടായി. 1879 ആദ്യത്തെ വൈദ്യുത വിളക്കുകൾ ഉണ്ടായത്. അപ്പൊ വിളക്കുകളുടെ ഒരു ചെറിയ വിശദീകരണവും അതിന്റെ വിവിധ ഘട്ടങ്ങളുമാണ് വിശദീകരിച്ചത്. ഇങ്ങനെയുള്ള ഈ നിലവിളക്ക് എന്ന് പറയുന്നതിന്റെ അതിന്റെ കർമ്മശാസ്ത്ര വീക്ഷണമാണ് നമ്മളിവിടെ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇവിടെ വിവാദമായ നിലവിളക്ക് വിവാദം എന്ന് പറയുന്നത്, നിലവിളക്ക് എന്ന് പറഞ്ഞാൽ വിളക്ക് ഒരു വിവാദം അല്ല. ഒരു വീട്ടിൽ നിലവിളക്ക് കത്തിക്കാൻ പറ്റും. നിലത്ത് വെക്കുന്ന തട്ടുള്ള എണ്ണയിട്ട് തിരി കൊടുത്ത് കത്തിക്കാൻ പറ്റുന്ന ഒരു വിളക്ക് സാധാരണ ആവശ്യത്തിന് വേണ്ടി ഒരു വീട്ടിൽ കത്തിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു പള്ളിയിൽ കത്തിക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഒരു മജ്‌ലിസിൽ കത്തിക്കാൻ പറ്റും, ഒരു മക്കാമിൽ കത്തിക്കാൻ പറ്റും, 4 ആള് കൂടുന്നിടത്ത് വെളിച്ചുണ്ടാവാൻ വേണ്ടി കത്തിക്കാൻ പറ്റുമോ? അത് പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിലവിളക്ക് എന്നുള്ള ആ വസ്തുവിനെ നാം ഒരിക്കലും തന്നെ തള്ളി പറയുന്നില്ല. നിലവിളക്ക് കത്തിക്കുക എന്നുള്ള ഏർപ്പാടിനെയും ഇസ്ലാമിക കർമ്മശാസ്ത്രമോ ഇസ്ലാമിക നിയമമോ തള്ളി പറഞ്ഞിട്ടില്ല. നിലവിളക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾ നിലവിളിക്കാം, അതിന്റെ ആവശ്യമില്ല. മറിച്ച് ചില പ്രത്യേക രൂപത്തിലും ഭാവത്തിലുമായിട്ട് ഉദ്ഘാടന വേദികളിൽ തിരി കൊളുത്തിക്കൊണ്ട്, ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് കത്തിക്കുന്ന ആ നിലവിളക്ക് എന്ന് പറയുന്നത് എന്താണ്, എന്തിനാണ്, എന്താണ് അതിന്റെ വിധി? ശരിക്കും ശ്രദ്ധിക്കണേ. നിലവിളക്ക് എന്നുള്ള വിളക്കിനോട് നമുക്കെതിരില്ല. അത് നിലത്ത് വിളക്കുന്ന തട്ടുള്ള വിളക്കായതുകൊണ്ട് നമുക്കെതിരില്ല. ആ നിലവിളക്ക് കത്തിക്കുക എന്നുള്ളത് തെറ്റാണെന്നോ അനിസ്ലാമികമാണെന്നോ ഇനി ചില ആളുകൾ പറയുന്നത് പോലെ ശിർക്കാണെന്നോ ഒരു നിലക്കും ഒരു വിധത്തിലും നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ വിളക്കിനെ സംബന്ധിച്ച് ഞാൻ ഓതി വെച്ച ആ ഹദീസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്താ പറയുന്നത്? മസലുല്ലദീ യുഅല്ലിമുൻ നാസ് അൽ ഖൈർ, ആളുകൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പണ്ഡിതന്റെ ഉദാഹരണം, വയൻസാ നഫ്സഹു, സ്വന്തത്തിന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പണ്ഡിതന്റെ ഉദാഹരണം കമസലി സിറാജ്, വിളക്കിന് തുല്യമാണ്. എന്താണ് വിളക്ക് നിർവഹിക്കുന്ന ദൗത്യം? യുദീഉ ലിന്നാസ്, വിളക്ക് ജനങ്ങൾക്ക് പ്രകാശം വിതരുന്നു. വയുഹ്രിഖു നഫ്സഹു, എന്നാൽ സ്വന്തത്തെ അത് കത്തിച്ചു കളയുകയും ചെയ്യുന്നു, കരിച്ചു കളയുകയും ചെയ്യുന്നു. അപ്പൊ വിളക്ക് എന്ന് പറയുന്നത് അതിന്റെ ഉപയോഗം, അതിന്റെ ഉപകാരം, ജനങ്ങൾ അതിനെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ വലിയ മഹത്തായ ഒരു കാര്യമാണ് എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം തബറാനി ഹസനായ സനദ് സഹിതം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ ഹദീസ് ഇൻഷാ അല്ലാഹ് നമ്മുടെ കുറിപ്പിന് ശേഷം വരുന്നുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് മുഖദ്ദിമയായിട്ട് ആമുഖമായിട്ടൊന്ന് പറഞ്ഞത് മാത്രം. അപ്പൊ ആമുഖമായിട്ട് നമ്മൾ പറയാനുള്ളത്, വിളക്കിനോട് സമസ്തകൾ ജംഇയ്യത്തുൽ ഉലമാക്കോ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിനോ എതിരില്ല. അത് നിലവിളക്കിനോടും എതിരില്ല. കാരണം ഇന്നത്തെ മണ്ണെണ്ണ വിളക്കോ മെർക്കുറി ബൾബുകളോ അല്ലെങ്കിൽ വൈദ്യുതി ബൾബുകളൊന്നും ആദ്യകാലത്തില്ല.
ആദ്യകാലത്ത് ഇങ്ങനെ നിലത്ത് വെക്കുന്ന തണ്ടുമേൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ പാർന്നുകാണ്ട് തിരി കൊടുത്തുകൊണ്ട് കത്തിക്കുന്ന വിളക്കുകളാണ് ആദ്യകാലത്തുണ്ടായിരുന്നത്. ആ കാലത്തുള്ള ആലിമീങ്ങളൊന്നും തന്നെ അങ്ങനെ ഒരു വിളക്ക് കത്തിക്കുന്നതിന് എതിർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിളക്കിന്റെ കർമ്മശാസ്ത്രം എന്ന് പറയുമ്പോൾ നിരുപാധികമായി നിലവിളക്ക് തെറ്റാണ് എന്ന് വരില്ല. അതേസമയത്ത് 1-2 മാസത്തിനുള്ളിലായിട്ട് നമ്മുടെ കേരളത്തിൽ വിവാദമായ നിലവിളക്ക് അതേതാണ്? ഉദ്ഘാടന വേദികളിൽ അമുസ്ലിമീങ്ങൾ ചില പ്രത്യേക സന്ദേശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്, ചില പ്രത്യേക സങ്കല്പങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ പൂജകളുടെയും ആരാധനയുടെയും ഭാഗമായിട്ട് നിർവഹിക്കുന്ന, തീ കൊളുത്തിക്കൊണ്ട് ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്ന ആ രീതി, അതിലൊരുപാട് രീതികളുണ്ട്. അതിൽപ്പെട്ട രീതി ഞാൻ പറയാം. ഉദാഹരണം, കേരള ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച വിശ്വവിജ്ഞാന ഗോഷ്ഠിൽ പറയുന്നത്, വിളക്കിലെ തിരികൾ തെളിക്കുന്നതിനും പ്രത്യേക ചിട്ടകൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രഭാതത്തിൽ കിഴക്കോട്ടും പ്രദോഷത്തിൽ കിഴക്ക് പടിഞ്ഞാറും തിരിയേണ്ടതാണ്. 1, 2, 5, 7 എന്നിങ്ങനെയാണ് തിരുനാളങ്ങളുടെ ക്രമം. മംഗളാവസരങ്ങളിൽ, അതാണ് ഉദ്ഘാടന വേദികളൊക്കെ മംഗളാവസരങ്ങളാണ്. മംഗളാവസരങ്ങളിൽ 5ഓ 7ഓ തിരികൾ തെളിക്കാം. അമൃത്യർ, പിതൃക്കൾ, ദേവന്മാർ, ഗന്ധർവർമാർ എന്നിവരാണ് 7 നാളങ്ങളുടെ അധിദേവതമാർ. ഇങ്ങനെയുള്ള ചില സങ്കല്പങ്ങളൊക്കെ വെച്ചിട്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഹിന്ദുക്കൾ സന്ധ്യാസമയത്ത് ഒരു വിളക്ക് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് അവരുടെ വീടിന്റെ ഉള്ളിലുള്ള റൂമിൽ നിന്ന് ദീപം 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 ഇങ്ങനെ പറഞ്ഞിട്ട് വളരെ ഭവ്യതയോടുകൂടി വണക്കത്തോടുകൂടി വിളക്ക് ഇങ്ങനെ കൊടുത്തിട്ട് കൊലായ്മയിൽ ഇങ്ങനെ വെക്കും. ഈ രൂപത്തിൽ അന്യമതസ്ഥരുടെ ആരാധനാപരമായ ആചാരം, ആ ആചാരമാണ് ഉദ്ഘാടന വേദികളിലെല്ലാം കൊളുത്തപ്പെടുന്ന ഭദ്രദീപം എന്നതിൽ ആർക്കും തർക്കമില്ല. ആ ഭദ്രദീപം കൊളുത്തുക എന്നതിന്റെ വിധി എന്താണ്? ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ച. ആ ചർച്ച നടത്തുമ്പോൾ ഇതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്ന മുജാഹിദ് വഹാബികൾ പോലുള്ള ആളുകൾ മക്കാമുകളിൽ കത്തിക്കപ്പെടുന്ന വിളക്കുകൾ എതിർക്കാൻ വേണ്ടി പറയുന്ന ന്യായങ്ങൾ എന്ത് എന്നും അതിന്റെ ഖണ്ഡനം എന്ത് എന്നും കൂടി ചർച്ചയിൽ വരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത് പറയുമ്പോൾ അന്യമതസ്ഥരുടെ ആചാരങ്ങളെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കണം. ഒന്ന്, അന്യമതസ്ഥരുടെ മതപരമായ ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ വ്യതിരിക്തത അടയാളപ്പെടുത്തുന്ന ആചാരങ്ങൾ അല്ലെങ്കിൽ വേഷവിധാനങ്ങൾ ഒന്ന്. രണ്ടാമതായിട്ട് അന്യമതസ്ഥർ അവരുടെ ആഘോഷവേളകളിലൊക്കെ സന്തോഷത്തിനു വേണ്ടി അവർ സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ. 2 കാര്യങ്ങളാണ്. ഒന്ന്, അന്യമതസ്ഥർ, ഹിന്ദുക്കളാവട്ടെ ക്രൈസ്തവരാവട്ടെ അതുപോലെ ജൈനമതക്കാരാണ്, ഏത് മതക്കാർ, മജൂസികളാവട്ടെ സ്വായിബത്താവട്ടെ, ഏത് മതങ്ങളാവട്ടെ, അവരുടെ മതത്തിന്റെ ആരാധനാപരമായ ഐഡന്റിറ്റി, മതപരമായ വ്യതിരിക്തത അടയാളപ്പെടുത്തുന്ന ചിഹ്നങ്ങൾ. അതാണ് ഒന്ന്. 2, മതപരമായ വ്യതിരിക്തത അടയാളപ്പെടുത്തുന്ന ചിഹ്നങ്ങളല്ലെങ്കിലും അവരുടെ ആഘോഷവേളകളിൽ അവര് നടത്തുന്ന, അവർ പുലർത്തുന്ന, അവർ സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കണം. അത് കൂട്ടിക്കുഴക്കാൻ പാടില്ല. അത് കൂട്ടിക്കുഴച്ചത് പല ആളുകൾക്കും, നമ്മളെ പല പ്രമുഖരായ ആളുകൾക്കും അതിൽ അബദ്ധം സംഭവിച്ചു. അതിന്റെ പേരിൽ അവർ ചില കുറിപ്പുകളൊക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ എഴുതി വെച്ചു. അത് പല പ്രശ്നങ്ങൾക്കും കാരണമാവുകയുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ 2 വിഷയത്തിലും ഒന്നാമത് പറഞ്ഞ വിഷയം അഥവാ മതപരമായി ഉദാഹരണത്തിലൂടെ പറയുമ്പോഴേ മനസ്സിലാവും. ഹിന്ദുക്കൾക്ക് കുറി തൊടാം. ആ കുറി തൊട്ടാൽ അയാളൊരു ഹിന്ദു എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? അതേപോലെ തന്നെ ക്രൈസ്തവർക്ക് അവരുടെ ആ ഒരു കുരിശിന്റെ മാല,
നമ്മുടെ നാട്ടിലുള്ള ഉദാഹരണങ്ങളാണ്. കിതാബിൽ വേറെ പല ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. ഇങ്ങനെ ആ മതക്കാരനായിട്ട് ആ മതത്തിന്റെ പ്രത്യേക ചിഹ്നമായിട്ട് കാണുന്ന കാര്യങ്ങൾ, അത് ആരാധനാപരമായ കാര്യങ്ങളാവാം, വേഷവിധാനങ്ങളാവാം, പെരുമാറ്റങ്ങളാവാം. ഇപ്പൊ ഹിന്ദുക്കളൊക്കെ അവർക്ക് ഒരു കയ്യോണ്ടൊരു കാട്ടിക്കൂട്ടലുണ്ട്. നമുക്ക് അത് അഭിനയിക്കാൻ കഴിയൂല. ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ട്. അപ്പൊ അത് അവരുടെ മതപരമായ വ്യതിരിക്തതയെ അടയാളപ്പെടുത്തുന്ന പ്രവർത്തനമാണ്, വേഷവിധാനമാണ്, ആരാധനയാണ്. അത്തരം കാര്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ ആഘോഷങ്ങളിലും മറ്റും നടത്തപ്പെടുന്ന ആചാരങ്ങൾ, രീതികൾ, ഈ രണ്ട് കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കണം. ഇതിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദക്കാരായ അഹ്ലി കിതാബികളോട് പരമാവധി അവരെ ഇണക്കാൻ വേണ്ടി, അവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അവരുമായിട്ട് പല കാര്യങ്ങളിലും യോജിപ്പിലെത്താൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ കുറിപ്പിൽ അൽ മുവാഫഖത്തു വൽ മുഖാലഫത്തു എന്ന് പറഞ്ഞു തുടങ്ങുന്ന വിഷയമാണ് ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തസൂമു യൗമ സബത്ത്, ശനിയാഴ്ച ദിവസം നിങ്ങൾ നോമ്പ് നോൽക്കരുത്. മുത്തലക്കായ നോമ്പിനെ പറ്റിയാണ്, നഫൽ മുത്തലക്കായ നോമ്പിനെ പറ്റിയാണ് പറയുന്നത്. ശനിയാഴ്ച നോമ്പ് നോൽക്കരുത്. ഇല്ലാ ഫീമഫ്തുരിന അലൈക്കും, ഫർളായ നോമ്പൊഴികെ. ഇത് അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, അഹ്മദ്, ഇബ്നു ഹിബ്ബാൻ എല്ലാവരും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് അതിന് കാരണം? ശനിയാഴ്ച നോമ്പ് നോൽക്കരുതെന്ന് പറയാനുള്ള കാരണം എന്താ? ലിഅന്നൽ യഹൂദ യുഅദ്ദിമൂനഹു, ശനിയാഴ്ച ജൂതന്മാർ ആദരിക്കുന്ന ദിവസമാണ്. അപ്പൊ അന്ന് മാത്രമായിട്ട് നമ്മൾ നോമ്പ് നോറ്റാൽ മനസ്സിൽ ജൂതന്മാരോട് പിൻപറ്റുന്നു എന്നോ, അല്ലെങ്കിൽ ജൂതന്മാര് ശനിയാഴ്ച ആദരിക്കുന്ന ദിവസമായതുകൊണ്ട് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു മനസ്സിൽ നിയ്യത്തുണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. നിയ്യത്തില്ലെങ്കിൽ എന്തോ ആവാം. അങ്ങനല്ല, നിയ്യത്തുണ്ടായാലേ പലതും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നിയ്യത്തില്ലെങ്കിൽ പിന്നെ എന്തുമാവാം, ഒരു കുഴപ്പമില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റൂല. ഇന്നമലാമാന് ബിന്നിയാത്ത്, അമലുകളെല്ലാം നിയ്യത്തുകളെ കൊണ്ടാണോ? ഇന്നമാനിക്കുല്ലിംരി മാനവ, ഓരോ മനുഷ്യനും അവൻ നിയ്യത്ത് വെച്ചതേ കിട്ടാനുള്ളൂ. അപ്പൊ അല്ലാഹു റസൂലിയാണോ നിയ്യത്ത് വെക്കുന്നതെങ്കിൽ അത് കിട്ടും. അല്ല, ഒരു പെണ്ണ് കെട്ടണമെന്നാണോ, ദുനിയാവുണ്ടാക്കണമെന്നാണോ നിയ്യത്ത്, എന്നാൽ അത് കിട്ടും. അപ്പൊ നിയ്യത്തിനനുസരിച്ചാണ് കിട്ടാനുള്ളതൊക്കെ കിട്ടുക. ഇനി നിയ്യത്തില്ലെങ്കിലോ? നിയ്യത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാന്ന്. ഇപ്പൊ ഒരാൾ എന്ത് ചെയ്തു? ഒരാൾ ഒരു കല്ലെടുത്ത് കണ്ട് ഇവിടുന്ന് എറിയാം. വേറെന്തോ മാങ്ങ കൊഴിച്ചടിക്കാൻ വേണ്ടി കല്ലെടുത്തെറിഞ്ഞു. അബദ്ധവശാൽ അതൊരു മനുഷ്യന്റെ തലി തട്ടി. ആ മനുഷ്യൻ മരിച്ചുപോയി. ഞാൻ എന്റെ മനസ്സിൽ കരുതിയിട്ടില്ല എന്ന് പറഞ്ഞാണ്ട് ഞാൻ നിയ്യത്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് ഇന്നെ ഒന്നും കാട്ടാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ നിയമം. ഖതഅൻ നിലക്ക് അബദ്ധവശാൽ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ നഷ്ടപരിഹാരം കൊടുക്കണമെന്നല്ലേ? അപ്പൊ നിയ്യത്ത് മനസ്സിലില്ല, ഞാൻ കരുതിയിട്ടില്ല, ഞാൻ ആലോചിച്ചിരുന്നില്ല, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന വാദം തെറ്റാണ്. തശബ്ബുഹ് ഉണ്ടാവണമെന്ന്, തശബ്ബുഹ് യാഥാർത്ഥ്യപ്പെടാൻ, അന്യമതക്കാരോട് സാദൃശ്യപ്പെടരുതെന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവാൻ മനസ്സിൽ നിയ്യത്ത് കൂടി ഉണ്ടെങ്കിലേ അതുണ്ടാകുകയുള്ളൂ, ഇല്ലെങ്കിൽ ഉണ്ടാകൂല എന്ന് നിരുപാധികമായി വിധി എഴുതാൻ പാടില്ല. ഇതൊന്ന് മനസ്സിലാക്കണം. ആരെയാണത് ഗണ്ണിക്കുന്നത് എന്ന് നിങ്ങൾ സന്ദർഭത്തിൽ നിന്ന് വായിച്ചെടുത്താൽ മതി. ആളെ പേര് ഞാൻ പറയുന്നില്ല. എന്നിട്ട് പറയണം വേറൊരു ഹദീസ്, അൽ ഹദീസ് സഹീഹ് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അക്സറു മാ യസൂമു മിനൽ അയ്യാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഴ്ചയിലെ ദിവസങ്ങളിൽ ഏറ്റവും അധികം നോമ്പെടുക്കാറുണ്ടായിരുന്നത് യൗമുസ് സബ്ത് വൽ അഹദ്. ശരിക്കും ശ്രദ്ധിക്കണേ, പണ്ഡിതന്മാർ ശരിക്കും ശ്രദ്ധിക്കണം. ശനിയാഴ്ചയും ഞായറാഴ്ചയും. അപ്പൊ ശനിയാഴ്ച മാത്രം നോമ്പ് നോൽക്കൽ കറാഹത്താണ്. ഞായറാഴ്ച, അത് വേറെ ഹദീസിൽ വരുന്നുണ്ട്, ഞായറാഴ്ച മാത്രവും നോമ്പ് നോൽക്കൽ കറാഹത്താണ്. അതേസമയത്ത് ശനിയാഴ്ചയും ഞായറാഴ്ചയും സംയുക്തമായി നോമ്പ് നോൽക്കലോ കറാഹത്തില്ല.
എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികമായിട്ട് പ്രവർത്തിക്കാറുണ്ടായിരുന്നു. ഇതിന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഫതാവുൽ കുബറിൽ ഉദ്ധരിക്കുകയാണ് കിതാബ് സൗമിൽ അന്ന സൗമഹുമാ, ശനിയും ഞായറും സംയുക്തമായി നോമ്പെടുക്കൽ ലാ ഇഫ്രാദ ഫീഹി, അവരെന്തില്ല തനിപ്പിച്ച് നോമ്പെടുക്കലില്ലല്ലോ. ഫലാ മുശാബഹത ഫീഹി ലിഫഇലിൽ കുഫാർ, അപ്പോൾ അവിടെ കാഫിരികളുടെ പ്രവർത്തനത്തോട് സാദൃശ്യമാവരില്ല. ഇത് തഅദീമുഹുമാ മഅൻ ലം യഖുൽ ബിഹി അഹദുൻ മിൻഹും, രണ്ടും കൂടി സംയുക്തമായിട്ട് ആദരിക്കുക, ശനിയും ഞായറും ഒന്നിച്ച് ആദരിക്കുക, ഇത് ഒരു വിഭാഗവും ഒരു മതക്കാരും ഒരുമിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 2 ദിവസവും സംയുക്തമായി നോമ്പെടുക്കുന്നതിൽ മുശാബഹത്തില്ല. രണ്ടാമതൊരു ദിവസം മാത്രം നോമ്പ് നോൽക്കുക എന്നതിൽ സാദൃശ്യമാവലുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഫുഖഹാക്കൾ അമുസ്ലിമീങ്ങളോട് സാദൃശ്യപ്പെടരുത് എന്ന് പറയുമ്പോൾ തന്നെ ആ സാദൃശ്യപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുഖാലഫത്ത് അഥവാ വിയോജിപ്പിന്റെ ഏതെങ്കിലും മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കണ്ടാൽ കാഴ്ചക്കാർക്ക് അല്ലെങ്കിൽ നിരീക്ഷകർക്ക് വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവുക ഇത് രണ്ട് സംസ്കാരമാണ്. ഒരിക്കലും മുസ്ലിമീങ്ങൾ ഈ സംസ്കാരം അന്യമതസ്ഥരുടെ സംസ്കാരമല്ല എന്ന് വിലയിരുത്തപ്പെടുകയാണെങ്കിൽ അപ്പോൾ അവിടെ മുശാബഹത്തില്ല. അതാണ് ബദ്രദീപം കൊടുത്ത് ഉദ്ഘാടനം ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മക്കാമുകൾ വളർത്തി കത്തിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് സമസ്ത പറയാനുള്ള കാരണത. കാരണം അവിടെ മുശാബഹത്തില്ല. അത് ഇൻഷാഅല്ലാഹ് ശേഷം വരും, വിശദീകരിക്കും. അപ്പൊ ചില ആളുകൾ ചോദിക്കാറുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഞായറാഴ്ച ലീവ് ഉണ്ടല്ലോ, സർക്കാർ സ്ഥാപനങ്ങൾക്ക് ലീവാണ്, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലീവാണ്, ഓഫീസുകൾക്ക് ലീവാണ്, എല്ലാ കാര്യങ്ങൾക്കും ലീവാണ്, മുസ്ലിമീങ്ങളും ലീവാക്കുന്നു, എന്തുകൊണ്ട് ഇതിനെ നിങ്ങൾ എതിർക്കുന്നില്ല എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അതിനുള്ള മറുപടി, ഇവിടെ ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്ന വിഷയങ്ങളിൽ മുസ്ലിമീങ്ങൾ മൗനം പുലർത്തുക എന്നുള്ളതും സ്വമേധയാ മുസ്ലിമീങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭരണപരമായ പല കാര്യത്തിലും നമ്മൾ മൗനം പുലർത്തുന്നുണ്ട്. അപ്പൊ മതേതര സങ്കല്പം എന്നുള്ള സങ്കല്പത്തിൽ തന്നെ അനിസ്ലാമികമായ പലതുണ്ട്. പക്ഷേ നാം അതിൽ മൗനം പുലർത്തുന്നത് വേറെ ചില മസ്ലഹത്തുകൾ ആലോചിച്ചിട്ടാണ്. രാജ്യത്ത് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ മൗനം പുലർത്തും. ശനിയാഴ്ച മാത്രം, ബാക്കിയുള്ള ദിവസമൊന്നും നമുക്ക് ലീവില്ല, ശനിയാഴ്ച മാത്രം ലീവാക്കുക, അങ്ങനെ പരിപാടിയില്ലല്ലോ. ഇപ്പൊ ദർസുകളൊക്കെ ലീവാണ്, വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ലീവാക്കും. വെള്ളിയാഴ്ച വരെ ക്ലാസ് എടുത്തിട്ട് പിന്നെ ഞായറാഴ്ച രാവിലെ തുറക്കുക, ശനിയാഴ്ച ലീവാക്കുക, അത് പാടില്ല തന്നെയാണ്. അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രം ലീവാക്കുക, അങ്ങനെ ഒരു പാടില്ല എന്നാണ്. ഗൾഫ് നാടുകളിലൊന്നും ശനിയും ഞായറും ലീവില്ലല്ലോ. ഇനി ലീവാക്കുകയാണെങ്കിൽ ശനിയും ഞായറും സംയുക്തമായി ലീവാക്കുക. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഞായറാഴ്ച സ്കൂളില്ലാത്തത് നമ്മൾ സ്കൂളിൽ പോകുന്നില്ല, അത് പിന്നെ ഈ രാജ്യത്തിന്റെ പൊതുവായ നിയമങ്ങൾ ചിലപ്പോൾ നമുക്ക് കീഴ്പ്പെടേണ്ടി വരും. അതൊരിക്കലും തന്നെ അടിസ്ഥാനപരമായി മസലയുമായിട്ട് ബന്ധിപ്പിക്കാൻ പാടില്ല. ആ ഇബാറത്തിന്റെ അവസാനം എഴുതിയ ആ ഇബാറത്ത് നിങ്ങൾ വായിച്ചു നോക്കാൻ, തഖ്സീസു ഹാദിഹിൽ അയ്യാം ബിൽ ഇംസാക്കി അനിൽ അസ്വാൽ, ശനി ഞായർ എന്നീ ദിവസങ്ങൾ അന്ന് ജോലികളൊക്കെ ഒഴിവാക്കിയിട്ട് ലീവാക്കുക എന്നുള്ളത് മിൻ അവാഇദിൽ കഫറ, അത് കാഫിരീങ്ങളുടെ ശീലങ്ങളിൽ പെട്ടതാണ്. ഫകുരിഹ തശബ്ബുഹു ബിഹിം ഫീ ദാലിക, അതിൽ അവരോട് സാദൃശ്യപ്പെടൽ കറാഹത്ത് തന്നെയാണ്. അപ്പൊ മുസ്ലിമീങ്ങൾ പ്രത്യേക രാജ്യത്തിന്റെ നിയമമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ഞായറാഴ്ച എല്ലാ കാര്യങ്ങളും ലീവാക്കുക, അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. നമ്മൾ ഞായറാഴ്ച സജീവാക്കുക ചെയ്യുന്നത്. ഞായറാഴ്ചയാണ് നമ്മളെല്ലാ കല്യാണങ്ങളും. ഞായറാഴ്ച നമുക്ക് ഒഴിവില്ലല്ലോ. രാവിലെ തുടങ്ങിയ കല്യാണം വൈകുന്നേരം അവസാനിക്കുന്നത് 5-6 കല്യാണങ്ങളാണ് എല്ലാവർക്കും എല്ലാ ഞായറാഴ്ച. നമുക്ക് ലീവില്ല യഥാർത്ഥത്തിൽ. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? അന്യമതസ്ഥരോട് ആഭിമുഖ്യം പുലർത്തുന്നില്ല എന്ന് വരുത്താൻ ആവശ്യമായ വിയോജിപ്പുകൾ സ്വീകരിക്കുകയാണെങ്കിൽ അപ്പൊ പിന്നെ അവർ എന്തില്ല, അന്യമതസ്ഥരുടെ ആചാരങ്ങളോട് യോജിക്കലല്ല വരുന്നത്, കുറച്ച് വിയോജിക്കലാണ് വരുന്നത്. ഇത് രണ്ടാമത്തെ കുറിപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ വേദക്കാരായ ആളുകൾ ആശൂറ ദിവസത്തിൽ നോമ്പ് നോൽക്കുന്നത് കണ്ടു. ആ സമയത്ത് വകാന യുഹിബ്ബു മുവാഫഖതഹും ഫീമാ ലം യുൻഹാൻഹു, പ്രത്യേകം വിരോധിക്കപ്പെടാത്ത കാര്യങ്ങളിൽ വേദക്കാരോട് യോജിക്കുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അക്കാലത്തുള്ള നയം.
അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ആശൂറ ദിവസത്തിൽ നോമ്പ് വെക്കാൻ വേണ്ടി കൽപ്പിച്ചു. പക്ഷേ പിന്നീട് മക്കം ഫത്ഹോടുകൂടി ആ നിയമം ദുർബലപ്പെടുത്തപ്പെട്ടു. ثم لما زال الاستئناف بفتح مكة أحب مخالفتهم. ഇങ്ങനെ അവരോടുള്ള ആ യോജിപ്പ് എന്നുള്ള നിയമം മക്കം ഫത്ഹോടുകൂടി നീങ്ങിയപ്പോൾ അഹബ്ബ മുഖാലഫത്തഹും, പിന്നെ അവരോട് വിയോജിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? അടുത്ത കൊല്ലം വഫാത്താവിനെ തൊട്ട് തലേ കൊല്ലം പറഞ്ഞു, അടുത്ത കൊല്ലം എങ്ങാനും ഞാൻ ഹയാത്തുണ്ടാവുകയാണെങ്കിൽ ഞാൻ 9ാമത്തെ ദിവസം കൂടി നോമ്പ് നോൽക്കും, അഥവാ താസുആന്റെ അന്ന് നോമ്പ് നോൽക്കും. അപ്പൊ ആശൂറായിന്റെ അന്ന് മാത്രം നോമ്പ് നോൽക്കാതെ താസുആയിലും 11ന്റെ അന്ന് നോമ്പ് നോൽക്കുന്നത് അവരോട് വിയോജിപ്പുണ്ടാവാൻ വേണ്ടി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലഘട്ടത്തിൽ വിയോജിക്കുക, അവരുടെ അതേ രീതിയല്ല ഇത് എന്ന് വരുത്തി തീർക്കാൻ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക, അതാ മുഖാലഫത്ത് എന്ന് പറഞ്ഞാൽ. ആ മുഖാലഫത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ തശബ്ബുഹ് അഥവാ അന്യമനസ്ഥരോട് സാദൃശ്യമാവുക എന്നൊരു പ്രശ്നം അവിടെ വരുന്നില്ല. ഇത് പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അത്തസയ്യിബി സിയ്യിൽ കുഫാർ. ഞാൻ പറഞ്ഞു കാഫിരീങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്നത് 2 കാര്യത്തിലാണ്. ഒന്ന്, അവരുടെ മതചിഹ്നങ്ങളുമായിട്ട് ആഭിമുഖ്യം പുലർത്തുക. ഏതുപോലെ ഇപ്പൊ അയ്യപ്പന്മാരുടെ ആ കറുത്ത തുണിയും കുപ്പായിട്ട് കളി നമ്മൾ നടക്കുക, നമ്മളിങ്ങനെ കുരിട്ട് നടക്കുക, നമ്മളിങ്ങനെ കുരിശുമാലിട്ട് നടക്കുക, അതുപോലെ തന്നെ ലോഹ ധരിച്ചതിന്റെ മേലെ ബെൽറ്റിട്ടാണ് നടക്കുക. ഇങ്ങനെ നമുക്ക് പറ്റും? എന്താ ഇതിന്റെ മതവിധി? പറയട്ടെ. ബിഗയിൽ ഷാഫി മദ്ഹബിലെ പ്രമുഖമായ ഫിഖ്ഹിന്റെ കിതാബാണ് ബിഗിയ. ആ ബിഗയിൽ റിദ്ദത്തിന്റെ അധ്യായത്തിൽ പറയുകയാണ്, മസ്അലത്തു യാ ഹാസിലു മാ ദക്കറഹുൽ ഉലമാഉ ഫി തസയ്യിബി സിയ്യിൽ കുഫാർ. ശരിക്കും ശ്രദ്ധിക്കണം, പണ്ഡിതന്മാർ ശരിക്കും മനസ്സിലാക്കണം. അല്ലാത്ത ആളുകളും പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. ഇത് ഇസ്ലാമിക കർമ്മശാസ്ത്രമാണ്, ഇസ്ലാമിന്റെ അവസാനത്തെ വാക്കാണ്. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഏത് ചാനലിലും ഏത് സോഷ്യൽ മീഡിയയിലും എന്ത് ചർച്ചകൾ നടന്നാലും ഈ ബേസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയും, വസ്തുതകൾ വളച്ചൊടിക്കപ്പെടാതെ വിശദീകരിക്കാൻ കഴിയും, അതിനുള്ള ആർജവം നമുക്കുണ്ടാകും, അറിവ് നമുക്കുണ്ടാവും. ബിഗയിൽ പറയാണ്, ഹാസിലുമാ ദക്കറഹുൽ ഉലമാ ഫി തസയ്യിബി സിയ്യിൽ കുഫാർ. അവിശ്വാസികളുടെ വേഷവിധാനം എന്ന് പറഞ്ഞാൽ അവരെ മതപരമായി വേർതിരിക്കുന്ന വേഷവിധാനം. അപ്പൊ തുണിങ്ങുപ്പ എന്നുള്ളത് അവിശ്വാസികളുടെ വേഷവിധാനമല്ല. അതേസമയത്ത് കുറി തൊടുക എന്നുള്ളതോ അതല്ലെങ്കിൽ കുരിശുമാല ധരിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ രുദ്രാക്ഷമാല ധരിക്കുക എന്നുള്ളതോ, ഇങ്ങനെ പലതുണ്ട്. ഓരോ ഉദാഹരണങ്ങളും എടുത്ത് പറയുന്നില്ല. ഇങ്ങനെ അവരെ കൊണ്ട് മാത്രം പ്രത്യേകമായി, അവരിൽ നിന്നല്ലാതെ അത് ഉണ്ടാവില്ല എന്ന് തന്നെ ഇമാം നബവി തങ്ങൾ അവിടുത്തെ റൗദയിൽ അതിന് വിശദീകരിച്ച് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള വേഷങ്ങൾ നമ്മൾ ധരിക്കുക. അതുപോലെ അത് വേഷം എന്ന് മാത്രമല്ല, അതുപോലെ അവരുടെ ആചാരങ്ങൾ, മംഗളകർമ്മങ്ങൾക്ക് ഭദ്രദീപം കൊളുത്തുക എന്നുള്ളത്, ആ ഭദ്രദീപം കൊളുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക ഭാവങ്ങൾ, പ്രത്യേക ചുവടുകൾ, പ്രത്യേക രീതികൾ. വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ തിരി കൊടുത്തിട്ട് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ കൊളുത്തുക. ഇത് നമ്മൾ കാണാത്തോണ്ട് നമുക്കത് അറിയില്ല എന്ന് മാത്രം. അതൊന്ന് ശ്രദ്ധിച്ചു നോക്കോണ്ട് എങ്ങനെയാണ് ആ കത്തിച്ചത്. അപ്പൊ ആ പ്രത്യേകമായ ശൈലിയും ഭാവവും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള, പിന്നെ കുറെ മാലയൊക്കെ ഇങ്ങനെ കുറെ പൂമാലകളൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടാകും, അതിൻ്റെതായ രീതി. അത് അവർ മുസ്ലിം ചെയ്യുന്നതിന്റെ വിധി എന്താണ്? അന്നഹു ഇമ്മാ യതസയ്യാ ബിസിയ്യിഹിം മൈലൻ ഇലാ ദീനിഹിം വഖാസിദൻ അത്തശബ്ബുഹ ബിഹിം ഫീ ശആഇരിൽ കുഫ്രി. അവരുടെ മതത്തോട് നമുക്ക് നല്ലൊരു താല്പര്യം, ഇത് തിരക്കടില്ലല്ലോ, ഈ ഹിന്ദുക്കളുടെ ആചാരം നല്ലൊരു ആചാരമാണ്. അങ്ങനെ അവരുടെ ദീനിനോട് താല്പര്യപ്പെട്ടുകൊണ്ടാണെങ്കിൽ കുഫറിന്റെ ചിഹ്നത്തിൽ, അവിശ്വാസത്തിന്റെ ചിഹ്നത്തിൽ സാദൃശ്യമാകുന്നു എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ മനസ്സിലാക്കണം. ഒന്നുകിൽ അവരുടെ മതത്തിനോട് നമ്മുടെ മാനസികമായ താല്പര്യം ഉണ്ടായി, അതുപോലെ അവിശ്വാസത്തിന്റെ ചിഹ്നത്തിന് സാദൃശ്യം, അതിനോട് ആഭിമുഖ്യം പുലർത്തുന്നു എന്ന് മനസ്സിൽ കരുതിക്കൊണ്ടാണെങ്കിൽ ഒന്ന്.
അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിൽ കരുതുന്നില്ല. ഓന്റെ മനസ്സിൽ ഹിന്ദുക്കളോട് താല്പര്യമില്ല, ഹിന്ദു മതത്തിനോട് താല്പര്യമില്ല, അവരുടെ ആ മതചിഹ്നത്തിൽ എനിക്ക് ഒന്ന് തുല്യമാവണം എന്ന ചിന്താഗതിയുമില്ല. പക്ഷേ ആ അവര് പ്രത്യേകമായ ആരാധനകൾ ചെയ്യുന്ന ആ നിലവിളക്കിന്റെ അല്ലെങ്കിൽ അവരുടെ ക്ഷേത്രത്തിന്റെ അവരുടെ വിഗ്രഹത്തിന്റെ ആ ആരാധനാ കേന്ദ്രത്തിലേക്ക് നമ്മൾ ചെന്ന് പങ്കെടുക്കുകയാണ്. മനസ്സിലൊന്നുമില്ല, പക്ഷെ ആരാധനാ കേന്ദ്രത്തിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. എന്നാൽ ഈ രണ്ട് രൂപത്തിലും അല്ലേ ഫയക്ഫുറു ബിദാലിക ഫീഹിമാ, ഒരാള് ഇങ്ങനെ വേഷവിധാനം ധരിക്കലോടുകൂടി ഇങ്ങനെ മനസ്സിൽ കരുതും ചെയ്തു, അല്ലെങ്കിൽ മനസ്സിൽ കരുതിയില്ല, പക്ഷെ അവരുടെ ആരാധനാ കേന്ദ്രത്തിലേക്ക് നടന്നുപോയി. മനസ്സിലൊന്നുമില്ല, പക്ഷെ അവരുടെ ആരാധനാ കേന്ദ്രത്തിൽ നടന്നുപോയി. അത് നമ്മളും ചെയ്യാം. കേവലം ചെയ്തതുകൊണ്ട് കാഫറാവില്ല, പക്ഷെ മനസ്സിൽ ഒരു താല്പര്യം ഉണ്ടായി. ഇത് രണ്ടും കൂടിയാ കാഫറാവും. അല്ലെങ്കിൽ അവരുടെ ആരാധനാ കേന്ദ്രത്തിൽ അവരോടൊപ്പം പങ്കെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യാം. നമ്മൾ ഒറ്റയ്ക്ക് വിളക്കുകൊളുത്തല്ല. എന്നാലും യക്ഫുറൂനയുടെ ഫയക്ഫുറു ബിദാലിക ഫീഹിമാ, കാഫിറാവുന്ന. ഇനി ഇത് രണ്ടുമില്ല. ഇമ്മ അല്ല യഖ്സിദ കദാലിക, അങ്ങനെ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. പിന്നെന്താണ്? അവരുടെ മതചിഹ്നത്തിൽ, അവരുടെ കുഫറിന്റെ ചിഹ്നത്തിൽ സാദൃശ്യപ്പെടാനില്ല. അവരുടെ ആഘോഷത്തിലാണ് ഇവർ ഇത് ചെയ്യുന്നത്. ആ ആഘോഷത്തിന്റെ ചിഹ്നത്തിൽ സാദൃശ്യമാകുന്നു, അതിൽ പങ്കെടുക്കുന്നു എന്നാണ് മനസ്സിലുള്ളതെങ്കിലോ, അല്ലെങ്കിൽ അവിത്തവസലയില മുആമലത്തിൻ ജായിദത്തിൻ മഅഹും, അവരോടൊപ്പം അനുവദനീയമായ വല്ല ഇടപാടുകളും, അവരിൽ നല്ല കച്ചവടം പൊടിപൊടിക്കണം, അവരുടെ വോട്ട് സമ്പാദിക്കണം, അവരിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റണം, ഇതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അവിന്നാജന് തീയിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യും പോലെ, വൽ മശീലൽ കനായിസി, അതുപോലെ ചർച്ചുകളിലേക്ക് നടന്നു പോകും പോലെ, മഅഹ്ലിഹാദിന്റെ ആൾക്കാരോടൊപ്പം. വെറും നടന്നുപോയത് കൊണ്ട് മാത്രം കാഫിറാവില്ല. ബിസിയ്യിഹിം മിനസ് സനാനീരി വഗൈരിഹാ, അവരുടെ പ്രത്യേകമായ മതചിഹ്നമായ വേഷങ്ങൾ ധരിച്ചുകൊണ്ട്. ഉദാഹരണം, കുരിശുമാലിട്ടിട്ട് കൂരി തൊട്ടിട്ട് ഗുരുവായൂരിലേക്കാണ് പോയി വിചാരിക്കുക. കൂരി തൊട്ടുകാണ്ട് ഒരാൾ ഗുരുവായൂരിൽ മുത്തപ്പന്റെ മുമ്പിൽ ഇങ്ങനെ പോയി ഓരോ കൂട്ടത്തിൽ പങ്കെടുത്തു. ഓന്റെ മനസ്സിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് കാഫിറാവില്ല അറിയാൻ പറ്റില്ല, കാഫിറാവും. ഇത് രണ്ടും കൂടി സംയുക്തമായാൽ കാഫിറാവും. രണ്ടാലൊന്നാണെങ്കിലോ, എന്നാൽ അവരുടെ മതത്തോട് താല്പര്യപ്പെട്ടുകൊണ്ടാണെങ്കിൽ കാഫിറാവും. അല്ലെങ്കിലോ കുഫറിന്റെ ശിആറിൽ സാദൃശ്യമാവുക എന്നാണെങ്കിലും കാഫിറാവും. മനസ്സിലായോ? അല്ല, അവരുടെ ആഘോഷത്തിന്റെ, അവരുടെ ഉത്സവത്തിന്റെ അടയാളത്തിൽ സാദൃശ്യമാവുക എന്നാണെങ്കിലോ കാഫിറാവില്ലെങ്കിലും ഹറാമാകും. അവിചാരിതമായി സംഭവിച്ചതാണെങ്കിലോ കറാഹത്താണ്. അവിടെ നിയ്യത്തൊന്നുമില്ലല്ലോ, അപ്പൊ നമ്മൾ ഉദ്ദേശമാണ് നന്നാക്കിയാൽ മതി. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞാണ് കുറി പറയാൻ പറ്റുന്നു. എന്താണ് ഈ പറയുന്നത്? അമുസ്ലിമീങ്ങളുടെ ആചാരങ്ങൾ നമ്മളുടേതായിട്ടാണ് ചെയ്യുമ്പോൾ നല്ലൊരു ഉദ്ദേശം മനസ്സിൽ വെക്കുക, എന്നിട്ട് ആണ് കുറിയത്. എന്നിട്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞാൽ കത്തിക്കാന. എന്താണ് ഈ പറയുന്നത്? അതാണ് ബഹുമാനപ്പെട്ട സമസ്തകല ജമിയത്തുൽ ഉലമ പറഞ്ഞത്, അതിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത്. മുശാവറയുടെ ഔദ്യോഗികമായ പറച്ചിലല്ല, അതിന്റെ ഉന്നതരായ പണ്ഡിതന്മാർ പത്രപ്രസ്താവന ഇറക്കിയത്. അത് അനിസ്ലാമികം. അനിസ്ലാമികം എന്ന് പറയുമ്പോൾ കുഫറായിട്ട് വരുന്നതുണ്ടാവാം, ഹറാമായിട്ട് വരുന്നതുണ്ടാവാം, കറാഹത്തായിട്ട് വരുന്നതുണ്ടാവാം. ഏറ്റവും ചുരുങ്ങിയത് അത് കറാഹത്താണ്. പിന്നെ വേറെ ചില ഇബാറത്തുകൾ അത് നമുക്ക് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അടുത്ത പേജ് എടുക്കാം. ഈ അമുസ്ലിമീങ്ങളുടെ ചിഹ്നമായിട്ടുള്ള കാര്യങ്ങൾ, വേഷവിധാനങ്ങൾ, അതൊരു മുസ്ലിം ചെയ്യുമ്പോൾ, അവൻ മുർത്തദാകുമോ ഇല്ലയോ? ഇമാം റാഫിഈ തങ്ങൾ പറയുന്നത് അമുസ്ലിമീങ്ങളുടെ വേഷവിധാനം അവൻ ധരിക്കലോടുപോലെ തന്നെ അവൻ മുർത്തദാകുന്ന.
പക്ഷെ നേവിമാവ് വ്യക്തമാക്കിയത് ധരിക്കലോടുകൂടി മുർത്തദ്ദാവൂല, അതോടൊപ്പം അവന്റെ മനസ്സിൽ കുഫറിനോട് താല്പര്യമുണ്ടെങ്കിലേ മുർത്തദ്ദാവുള്ളൂ, അതല്ലെങ്കിൽ അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ അവരോടൊപ്പം പങ്കെടുത്തെങ്കിലേ മുർത്തദ്ദാവുകയുള്ളൂ. അപ്പൊ റാഫിമാം കുറച്ച് ഗൗരവ. റാഫിമാം പറയുന്നത് ആ വേഷവിധാനം ധരിക്കലോടുകൂടി തന്നെ മുർത്തദ്ദാകുന്ന, നേവിമാമ് മുഴുത്തമതാക്കിയ അഭിപ്രായ പ്രകാരം ധരിക്കലോടുകൂടി മുർത്തദ്ദാവൂല, അത് ഹറാമേ ആകുന്നുള്ളൂ. മുർത്തദ്ദാവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവരുടെ മതത്തിനോട് താല്പര്യം വേണം, അല്ലെങ്കിൽ കുഫറിന്റെ ചിഹ്നത്തിൽ ആഭിമുഖ്യം പുലർത്തുന്നു എന്ന് കരുതണം, അതല്ലെങ്കിൽ അത് ധരിച്ചുകൊണ്ട് അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ പോകണം. നിലവിളക്കിൽ എന്താണ് സംഭവിക്കുന്നത്? നിലവിളക്ക് അതിന്റെ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള കൊളുത്തുക എന്നുള്ളത് അമുസ്ലിമുകളുടെ ആരാധനാപരമായ ആചാരമാണ്. ആ ആചാരത്തിൽ ഒരാളിങ്ങനെ പങ്കെടുക്കുകയാണ്, അയാളിങ്ങനെ കൊളുത്താൻ വേണ്ടി അതിങ്ങനെ കൊളുത്താണ്, അതോടുകൂടി അവർ ആരാധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അപ്പൊ അമുസ്ലിമീങ്ങളുടെ ആചാരം ഇയാൾ ചെയ്യുന്നു. ഒന്ന്, മനസ്സിലൊന്നും കരുതിയിട്ടില്ല, പക്ഷെ അതോടൊപ്പം തന്നെ അമുസ്ലിമീങ്ങളുടെ ആ ആരാധനാ കേന്ദ്രത്തിൽ അവരോടുകൂടെ പങ്കെടുക്കുകയും ചെയ്യുന്നു. എന്ത് കാര്യ? ഒന്ന്, അമുസ്ലിമീങ്ങളിൽ നിന്നല്ലാതെ ഉണ്ടാകാത്ത ഒരു പ്രവൃത്തി ഇയാൾ ചെയ്യുന്നു. രണ്ടാമതായിട്ട് അവരുടെ ആരാധനാ കേന്ദ്രം തന്നെയാണല്ലോ ഈ നിലവിളക്ക് എന്ന് പറയുന്നത്. ആരാധനാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രവും ചർച്ചും മാത്രമല്ല, നിലവിളക്ക് കൊളുത്തുന്ന ആ കേന്ദ്രവും ആരാധനാ കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൽ അവരോടൊപ്പം നടന്നുപോയിട്ട് അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. എന്താ അതിന്റെ വിധി? കാഫിറാവെന്ന് പറയണ്ടല്ലേ? രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളൊക്കെ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കണം. അതുകൊണ്ട് തൽക്കാലം രാഷ്ട്രീയക്കാരൊക്കെ ഒന്നിങ്ങനെ വിട്ടുവെക്കുമ്പോൾ ആ ചിരിയൊക്കെ ഒഴിവാക്കണം, നല്ലതാ. ഞാൻ വിട്ടുവെക്കുന്നുണ്ട്, പക്ഷെ നല്ല ചിരിയാട്ടോ. അതാണ് ഇപ്പൊ പല ആൾക്കാരും കാട്ടുന്നത്. എന്തായിരിക്കും ചിരിച്ചിട്ട അങ്ങനെ ഉമ്മൻചാണ്ടി ഇങ്ങനെ കൊളുത്തുന്ന സമയത്ത് പുറത്ത് നല്ല ചിരി, സംഗതി ഞാൻ വിട്ടുന്നിട്ടുണ്ട്. പരമാവധി ചിരി ഒഴിവാക്കുന്നത് നല്ലതാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ ഇബാർത്തുകൾ കൂടുതൽ വായിക്കുന്നില്ല. ഏഴാമത്തെ ഒരു ഇബാർത്ത് ശ്രദ്ധിക്കുക. ഏഴാമത്തെ നമ്പറിലിട്ട ഇബാർത്ത്, വഹൈസു ലബിസ, ഒരാൾ ധരിച്ചാൽ സിയൽ കുഫാർ, കാഫിരിങ്ങളുടെ സവിശേഷമായ വേഷവിധാനത്തെ, സവാവുൻ ദഖല ദാറുൽ ഹർബി അംല, ദാറുൽ ഹർബിൽ പ്രവേശിക്കാതിരിക്കട്ടെ, ബിനിയ്യത്തിരിനാബിദീനിഹിം, അവരുടെ മതത്തിനോട് ഒരു തൃപ്തി മനസ്സിൽ കരുതുകയാണെങ്കിൽ, അതിൽ മൈല ഇലൈഹിം, അല്ലെ അവരോട് ഒരു ആകർഷണം തോന്നുകയാണെങ്കിൽ, ഔ തഹാവുനം ബിൽ ഇസ്ലാം, അല്ലെ ഇസ്ലാമിനോട് ഒരു പുച്ഛം തോന്നുകയാണെങ്കിൽ കഫറ, കാഫിറാകും. ഇല്ല, അങ്ങനെയല്ല, മനസ്സിലൊന്നുമില്ലെങ്കിൽ ഫല, കാഫിറാവൂല എങ്കിലും അവരുടെ ആഘോഷത്തിന്റെ ചിഹ്നത്തിൽ ആഭിമുഖ്യം പുലർത്തുക എന്നാണെങ്കിൽ ഹറാമാണ്. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് കറാഹത്താണ്. ബിഗയിൽ പറഞ്ഞ ഇബാറത്താണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. എട്ടാമത്തെ ഇബാറത്ത്, അത് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ അൽ ഇഅ്ലാം ബി ഖവാത്തിൽ ഇസ്ലാം എന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മികച്ച കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് അൽ ഇഅ്ലാം ബി ഖവാത്തിൽ ഇസ്ലാം. അതിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഇബാറത്താണ്. എട്ടാമത്തെ ഇബാറത്ത് കൂടി ശ്രദ്ധിക്കാം. ബി അന്നൽ ഹൈഅത്തുൽ ഇജ്തിമാഇയ്യ, അതായത് ചില സംഗതികളെല്ലാം കൂടി കൂടുമ്പോഴേക്കാരത് അമുസ്ലിമീങ്ങളുടെ പ്രവൃത്തിയായി മാറുക. വെറും നിലവിളക്ക് എന്നുള്ളത് ഒരു അമുസ്ലിമീങ്ങളുടെ ആചാരമൊന്നുമല്ല. നിലവിളക്ക് ഒരു തീപ്പെട്ടി കൊളുത്തുകാരനെ കത്തിച്ചു അന്തിക്ക്, അതുകൊണ്ടല്ല ഒരു അമുസ്ലിമീങ്ങളുടെ ആചാരമല്ല. മറിച്ച് നിലവിളക്ക് പ്രത്യേകമായ വണക്കത്തോടുകൂടി സ്ഥാപിക്കുകയും പ്രത്യേകമായ രീതിയിലും ശൈലിയിലും കത്തിക്കുകയും ചെയ്യുന്ന ആ ഏർപ്പാട്, അതാ അൽ ഹൈഅത്തുൽ ഇജ്തിമാഇയ്യ. بأن الهيئة الاجتماعية من التزيي بزيهم والمشي معهم إلى كنائسهم, അവരുടെ വേഷം അണിയുകയും അവരോടൊപ്പം അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിലേക്ക് നടന്നു പോവുകയും ചെയ്യുക എന്നുള്ള ആ ഇജ്തിമാഇയായ ഹൈഅത്ത്, എല്ലാം കൂടി കൂടുമ്പോഴുണ്ടാകുന്ന ആ രൂപം, അത് ഖാദിയത്തുൻ ബിറിദാഹു ബികുഫ്രിഹിം, അവർക്ക് അവരുടെ കുഫറിനോട് ഇഷ്ടമുണ്ട് എന്ന അതാണ് അതിന്റെ അർത്ഥം. ഔ തഹാവുരിഹി ബി ദീനിൽ ഇസ്ലാം, അവർക്ക് ഇസ്ലാം ദീനിന് വലിയൊരു വിലയൊന്നുമില്ല എന്നറിയിക്കും. ഔ ബി അന്നഹു മഅഹും അലാ ദീനിഹിം, അല്ലെങ്കിൽ അവൻ അവിശ്വാസികളോടൊപ്പമാണ് അവരുടെ മതത്തിൽ എന്നതിന്റെ മേൽ അത് വിധി പറയുന്നുണ്ട്. വകുല്ലു ദാലിക കുഫ്ർ, അതെല്ലാം കുഫ്റാണ്. അപ്പൊ മനസ്സിലൊന്നുമില്ല, ഞാൻ മനസ്സിലൊന്നും കരുതിയിട്ടില്ല. ഒരാളിപ്പോ ഇങ്ങനെ കുരിശുമാല ധരിച്ച് ക്രൈസ്തവ ചർച്ചിലേക്ക് ഇങ്ങനെ അവരോടൊപ്പം ഇങ്ങനെ നടന്നു പോവുക,
നാം മുർത്തദ്ദാണ്. കുരിശുമാല ധരിച്ചത് കൊണ്ട് തന്നെ മുർത്തദ്ദാണെന്നാണ് റാഫിമാൻ പറഞ്ഞത്. അതുകൊണ്ട് മാത്രം മുർത്തദ്ദാവൂല, ഇതും കൂടി കൂടുമ്പോഴേ മുർത്തദ്ദാവുള്ളൂ എന്നാണ് നേവിമാൻ പറയുന്നത്. രണ്ടായാലും ഗൗരവമാണ്. റാഫിമാമ് ഭയങ്കര ഗൗരവമാണ്, നേവിമാവ് ഗൗരവം കുറച്ചൊരു മാത്രം. മനസ്സിലുള്ള കരുത്ത് മാത്രമല്ല, ചില പ്രവർത്തനങ്ങളെ കൊണ്ടും കാഫിറായി പോകും എന്നാണ് ഇമാമിങ്ങൾ പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ അമുസ്ലിമീങ്ങളുടെ മതപരമായ ഐഡന്റിറ്റിയെ അടയാളപ്പെടുത്തുന്ന ചിഹ്നങ്ങൾ, പ്രവർത്തനങ്ങൾ, ആരാധനകൾ, ആചാരങ്ങൾ, അത്തരം കാര്യങ്ങൾ ഒരു മുസ്ലിം സ്വീകരിക്കുമ്പോൾ അവന്റെ മതത്തോട് താൽപര്യപ്പെട്ടുകൊണ്ടാണെങ്കിൽ, കുഫറിന്റെ ചിഹ്നത്തിൽ സാദൃശ്യപ്പെടുന്നു എന്ന് കരുതിക്കൊണ്ടാണെങ്കിൽ അവൻ കാഫിറാകും. അങ്ങനെ മനസ്സിലൊന്നും കരുതാതെ അതിങ്ങനെ അവൻ പ്രവർത്തിക്കുകയോ ധരിക്കുകയോ ചെയ്തുകൊണ്ട് അവരോടൊപ്പം അവരുടെ ആരാധനാ കേന്ദ്രത്തിൽ പങ്കുകൊള്ളുകയാണെങ്കിലും അവൻ കാഫിറാകും. ഇതൊന്നുമില്ലാതെ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നാണ് ലക്ഷ്യമെങ്കിൽ ഹറാമാണ്. ഇനി അവിചാരിതമായ ഒരാളിൽ നിന്ന് സംഭവിച്ചതാണെങ്കിൽ അതെങ്ങനെ സംഭവിക്കുക? ആ മുസ്ലിമീങ്ങളൊക്കെ പാടെങ്ങനെ നിലവിളക്ക് കൊളുത്തുകയാണ് മംഗളകർമ്മങ്ങൾക്ക് വേണ്ടി. നമ്മളിങ്ങനെ അറിയാതെ അവിടെ എത്തിപ്പെടുക, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ സംഭവിക്കോ? ഞാൻ അഥവാ സംഭവിച്ചാലെന്നാ എങ്കിലും അത് കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റമില്ലാത്ത തെറ്റാണ്, അതതിന്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ വിഷയം, അൽ മുവാഫഖത്ത് ഫിൽ അഅ്യാദ്. ആഘോഷങ്ങളിൽ ഇപ്പൊ മുസ്ലിമീങ്ങൾ ഒരു ആഘോഷം നടത്തുന്നുണ്ട്. ഇനിയിപ്പോ വരാൻ പോകുന്ന ആഘോഷമാണ് ഓണം. ഓണത്തിന് അവരുടെ കുറെ പൂജകൾ നടക്കുന്നുണ്ടാവും. അത് മാത്രമല്ലല്ലോ, അന്ന് അവർ പപ്പടം ചുടും. പഴയ കാലത്ത് ഓണത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ പെരിന്തൽമണ്ണ ചന്തയിലൊക്കെ കണ്ടമാനം വാഴക്കൊലാൽ ഇറങ്ങും. വാഴക്ക തിന്നുക എന്നുള്ളത് ആ മുസ്ലിമീങ്ങളുടെ ഒരു മതാചാരാണോ? പപ്പടം കാച്ചുക എന്നുള്ളത് മതാചാരാണോ? അല്ലെങ്കിൽ ഇതിൽ കുറെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും മതപരമായ ഐഡന്റിറ്റിയെ അടയാളപ്പെടുത്തുന്ന ആചാരങ്ങളല്ല. പിന്നെന്താണത്? അതൊക്കെ ആഘോഷപരമായ പ്രവർത്തനങ്ങളാണ്. അത്തരം പ്രവർത്തനങ്ങൾ അവരോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ വിധി എന്താണ്? ഇവിടെ നിലവിളക്കുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇടപെട്ട ഒരു പണ്ഡിതൻ ഇമാം ഇബ്നു ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു ഈ ആഘോഷങ്ങളിലെ പ്രവർത്തനങ്ങളിൽ ആഭിമുഖ്യം പുലർത്തുന്നതിനെ പറ്റി പറഞ്ഞ ഒരു മസ്അലയെ നേരത്തെ പറഞ്ഞ എന്താ പറയാ മതപരമായ ആരാധനകൾ അല്ലെങ്കിൽ ആചാരങ്ങളുമായിട്ട് കൂട്ടിക്കുഴച്ചു. ഇത് അദ്ദേഹത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ഒരു അബദ്ധമാണ്. ഈ വിഷയത്തിൽ മഹാനായ ഇമാം ഇബ്നു ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഫതാവൽ കുബ്രയിൽ വളരെ സമഗ്രമായിട്ട് പറയുന്ന ഒരു ഫത്വ, അതാണ് വായിച്ചാൽ ഇതിന്റെ മതവിധി നമുക്ക് ബോധ്യപ്പെടും. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ മുത്തവല്ലി സഫുദ്ദീനാജി അദ്ദേഹം അതിലേക്കുള്ള ചില സൂചനകൾ പറഞ്ഞു. ഫത്താവൽ കുബ്ര ഉദ്ധരിച്ചു ചില ആളുകൾ എന്നൊക്കെ പറഞ്ഞല്ലോ. എന്താണ് ആ ഫത്താവൽ കുബ്രയിൽ? ശരിക്കും ശ്രദ്ധിക്കാം. ഫത്താവൽ കുബ്രയിൽ കിതാബ് റിദ്ദ, മതഭ്രഷ്ടനെ കുറിച്ച് സംസാരിക്കുന്ന അധ്യായത്തിൽ പറയുകയാണ്, വസുഇല റഹിമഹുല്ലാഹു തആല വ റളിയ അൻ. ഇമാം ഇബ്നു ഹജർ അൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു ആരാണ്? ഷാഫി മദ്ഹബിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. ഷാഫി മദ്ഹബിലെ അവസാനത്തെ വാക്കാണ്. ഷാഫി ഈ മദ്ഹബിൽ മതവിധികളെ ആധികാരികമായി മനസ്സിലാക്കാൻ വേണ്ടി നാം സമീപിക്കുന്ന ഗ്രന്ഥങ്ങളായ തുഹ്ഫത്തുൽ മുഹ്താജ് പോലുള്ള ഗ്രന്ഥങ്ങളുടെ രചയിതാവുമാണ്. മാത്രമല്ല മഹാനായ സയ്യിദി മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗുരുനാഥനുമാണ് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈത്തമി തങ്ങൾ. ബഹുമാനപ്പെട്ടവർ ഈ വിഷയത്തിൽ പറയുന്ന മസ്അല എന്താണ്? ബഹുമാനപ്പെട്ടവരോട് ചോദിക്കാണ്. ഹൽ ചോദ്യം, ഇതിലുള്ള ചോദ്യം എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇതിലുള്ള ചോദ്യം ഒരിക്കലും തന്നെ മതചിഹ്നങ്ങൾ ധരിക്കുന്നതിനെ കുറിച്ചല്ല. മതചിഹ്നങ്ങൾ ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്ത്യാനികളുടെ കുരിശുമാല, ഹിന്ദുക്കളുടെ രുദ്രാക്ഷമാല, ഹിന്ദുക്കളുടെ കുറി പോലുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചല്ല. അതും ഇതും കൂട്ടിക്കുഴക്കാൻ പാടില്ല. ഇത് ഹിന്ദുക്കൾ ഓണത്തിൽ പപ്പടം കാച്ചുണ്ടല്ലോ, അപ്പൊ നമുക്ക് പപ്പടം കാച്ചാൻ പറ്റുമോ? ഹിന്ദുക്കൾ ഇഷ്ടം പോലെ വായക്കൊല വായിക്കാണ്ട് പഴുപ്പിച്ചു കാണ്ട്
പഴം ഭക്ഷിക്കുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇനി പഴം തിന്നാൻ പറ്റുമോ ഓണത്തിന്റെ അന്ന്? ഇതാ ചോദ്യം. അതൊരിക്കലും തന്നെ മതപരമായ സിയ്യുകളല്ല. അവിശ്വാസികളെ സിയ്യ് എന്നതിനെ പറ്റി പറയാൻ പറ്റൂല, അതിനൊന്ന് കൂട്ടിക്കുഴക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു ഉപദ്രവം ചെയ്യാത്ത ചെറിയ ഈ അമ്പിന്റെ കുറ്റികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കളി അത് പറ്റുമോ? അതെന്തിനാണ്? അത് യുദ്ധത്തിനില്ല. ഇതിൽ കുഫാർ കാഫിരീങ്ങളുടെ ഈ ആഘോഷത്തിൽ അവർ നടത്തുന്ന ചില കളികളുണ്ട്. പല സൈസ് കളികളുണ്ട്. പുലിക്കളി, മറ്റേ കളി എന്നൊക്കെ പല കളികളില്ലേ. ആ കളികൾപ്പെട്ടൊരു കളിയാണ് ചെറിയ അമ്പിന്റെ വില്ലുകൾ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക കളിയാണ്. അതുകൊണ്ട് ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായ പരിക്കുകളൊന്നും പറ്റൂല. അതുപോലെ അക്കുലിൽ മൗസിൽ കസീരിൽ മത്തുബൂഹബി സുക്കർ, നല്ല പഞ്ചസാരയും ചക്കരയൊക്കെ ഇട്ടുകാണ് വേവിച്ച പഴം തിന്ന, അതൊരു പരിപാടിയാണ്. അപ്പൊ ഇൽബാസ് സിയാബൽ മുനവനത്തബി സുഫ്ര, കുട്ടികൾക്കൊക്കെ നല്ല നല്ല കളർഫുൾ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. ഹിന്ദു മുസ്ലിമീങ്ങൾ അവരുടെ ആഘോഷങ്ങളിൽ ഇതൊക്കെ വളരെ പ്രാധാന്യപൂർവ്വം നിർവഹിക്കുന്നുണ്ട് എന്നതിനോടനുബന്ധമായിട്ട് അവരുടെ ആഘോഷ ദിവസങ്ങളിൽ അവർക്ക് വസ്ത്രങ്ങൾ സമ്മാനിക്കാൻ പറ്റുമോ, മറ്റു കാര്യങ്ങൾ സമ്മാനിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് നമ്മുടെ അയൽവാസികളൊക്കെ ആകുമ്പോൾ ഇതാക്കാതെ ബൈനഹും തഅല്ലുഖുമിൻ ഖൗലി അഹദിഹിമ അജീറൻ ആഖിരി, അയൽവാസികളൊക്കെ ആകുമ്പോൾ അങ്ങനെ അവരുടെ ആഘോഷങ്ങളിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ചോദ്യമാണ്. മിൻ ഖബീല തഅലീമിൻ നൈറൂസ് വനഹരിഹി, നൈറൂസ് എന്ന് പറയുന്ന ഒരു ആഘോഷമാണ്. ആ ആഘോഷത്തെ ആദരിക്കുന്നതിന്റെ വകുപ്പിൽപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഫൈനൽ കഫറത്ത് സഗീറഹും കബീറഹും ലഈഫഹും റഫീഅഹും, കാഫിരികൾ മുഴുക്കയും ഹത്താ മുലൂക്കിയും അവരുടെ രാജാക്കന്മാരടക്കം ഹത്താ മുലൂക്കഹും യഅ്തനൂന ബിഹാദിഹിൽ ഖിസിയ സിഗാർ വല്ലഇദ് ബിഹാ, ഈ ചെറിയ അമ്പുകളെ കൊണ്ടുള്ള ഈ കളി നടത്തുന്നവർ വലിയ രാജാക്കന്മാർ വരെ ഈ കളിന്റെ ആൾക്കാരാ. അപ്പൊ നമ്മളെ യോഗ എന്നാണ് നടന്നത്. നമ്മൾ യോഗ ഉണ്ടായിരുന്നു ഇവിടെ, യോഗ അടുത്ത് യോഗ രാജ്യവ്യാപകമായ യോഗ ആഘോഷം എന്താ പറയുക ആചരിച്ചല്ലോ. അത് നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഏറ്റവും വലിയ പുഷപ്പ് എടുത്തത്, കണ്ടില്ലേ? അപ്പൊ അന്നമാതിരി രാജാക്കന്മാർ വരെ ഈ കളിന്റെ ആൾക്കാരാണെന്ന. ഒരു അഖിലിൽ മൗസിൽ കസീരിൽ മത്തുബൂഹ് സുക്കറി എഴുത്തിനാൻ കസീറ, അതേപോലെ ഈ അമുസ്ലിമികൾ അവരുടെ ആഘോഷത്തിൽ ഇങ്ങനെ വലിയ മധുര പഴങ്ങളൊക്കെ തിന്നും. വക്കദാബി ഇൽബാസ് സിബിയാൻ സിയാബൽ മുസ്ഫറ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കളർഫുൾ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിക്കും. എഴുത്താവുന്ന അസ്വാബുകൾ മസ്റൂഫിൽ യതഅല്ലഖുബിഹിം, ഇങ്ങനെ അടുത്തുള്ള സുഹൃത്ത് ബന്ധം അതുപോലെ അയൽപ്പക്ക ബന്ധമുള്ള ആളുകൾക്കൊക്കെ മുസ്ലിമികൾ എന്ത് ചെയ്യും? വസ്ത്രങ്ങളും മറ്റുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്തയക്കും. എന്നിട്ട് പറയാം, ശരിക്കും അടിവരട്ട ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അടിവര ഇനി പറയാൻ ശ്രദ്ധിക്കണം. വലൈസലഹും ഫീ ദാലിക്കൽ യൗമി ഇബാദത്തു സനമിൻ വലാ ഗൈരിഹി, ആ ദിവസത്തിൽ ആരാധനകളൊന്നും നടക്കുന്നില്ല, ശിർക്കിന്റെ ആരാധനകളൊന്നും നടക്കുന്നില്ല, ആഘോഷങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. എന്നിട്ട് അത് ഏത് ദിവസമാണെന്ന് ഇങ്ങനെ പറയാം. അത് ഇന്ന ദിവസത്തിലാണെന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് ഫഹൽ യക്ഫുറു യൻസമിൽ മുസ്ലിമീന അമിന മിസ്ല അമിലിഹിം മിൻ ഗൈരി ഇഅ്തിഖാദി തഅലീമി ഈദിഹിം വലക്തിദാഇ ബിഹിം, അവരുടെ ആഘോഷത്തെ അവരുടെ ഉത്സവത്തെ ആദരിക്കുന്നു എന്ന് വിശ്വസിക്കാതെ അവരോട് പിൻപറ്റുന്നു എന്ന് വിശ്വസിക്കാതെ ഒരു മുസ്ലിം അങ്ങനെ പ്രവർത്തിച്ചാൽ അവർ കാഫിറാകുമോ അല്ലെങ്കിൽ അവർ കുറ്റവാളിയാകുമോ? ചോദ്യം. അതിനുള്ള മറുപടി فأجاب نفع الله تبارك وتعالى بعلومه المسلمين بقوله, ബഹുമാനപ്പെട്ടവർ കൊടുക്കുന്ന മറുപടി ലാ കുഫ്ര ബിഫിഅലി ശൈഇൻ മിൻ ദാലിക, അതുകൊണ്ട് ഒരാൾ കാഫിറാവില്ല. ഹിന്ദുക്കളുടെ ഓണാഘോഷം കാർഷിക ആഘോഷമാണോ ഹൈന്ദവ ആഘോഷമാണോ? ഹൈന്ദവ ആഘോഷമാണ് എന്ന നിലയ്ക്ക് നമുക്ക് സംസാരിക്കാം. ഹൈന്ദവ ആഘോഷമായ ഓണാഘോഷത്തിൽ മുസ്ലിമീങ്ങൾ അതേപോലെ നമ്മളെ വീട്ടിലും പപ്പടം കാച്ചി നമ്മളെ വീട്ടിൽ നല്ല പായസം ഉണ്ടാക്കി കുടിച്ചാൽ അതുകൊണ്ട് ഒരാൾ കാഫിറാവില്ല. ഈ പറഞ്ഞത് എന്തിനെ പറ്റിയാണ്? ഇത് അവരുടെ ആരാധനാപരമായ ചിഹ്നങ്ങളെ അനുകരിക്കുന്നതിനെ പറ്റിയല്ല, അവർക്ക് മാത്രമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ചല്ല, അവരുടെ മതപരമായ അസ്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ പകർത്തുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ആഘോഷപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇത് രണ്ടൊന്ന അതൊന്നല്ലാതെ മനസ്സിലാക്കണം. എന്നിട്ട് ബഹുമാനപ്പെട്ടതെന്ന് പറയാം അതൊന്ന് കാഫിറാവില്ല. എന്തുകൊണ്ട്? ഇതിനേക്കാൾ ഗൗരവമായ ശദ്ദു സുന്ന അമുസ്ലിമീങ്ങളുടെ മതപരമായ വേഷം ധരിച്ചാൽ വരെ
അവരുടെ മതത്തോട് താല്പര്യപ്പെടുന്നു എന്നോ അവരുടെ മതചിഹ്നത്തിൽ പങ്കുകൊള്ളുന്നു എന്നോ ഉദ്ദേശിക്കാതെയാണെങ്കിൽ കാഫിറാവൂല എന്നല്ലേ നേവിമ പറഞ്ഞത്? കാഫിമ പറഞ്ഞെന്താ? കാഫിറാകുന്നതാണ്. പക്ഷെ നേവിമ പറഞ്ഞെന്താ? കാഫിറാവൂല എന്നല്ലേ. അപ്പൊ അതുകൊണ്ട് വരെ കാഫിറാവൂല എങ്കിൽ ഇതേതായാലും കാഫിറാവൂല. ഇത് രണ്ടും ഒരേപോലെയാണെന്നല്ല പറയുന്നത്. അത് ഗൗരവപ്പെട്ടതാണ്. ആ ഗൗരവപ്പെട്ട കാര്യം ചെയ്താൽ തന്നെ കാഫിറാവൂല എന്നാണെങ്കിൽ ഗൗരവം കുറഞ്ഞ ഈ കാര്യങ്ങൾ ചെയ്താൽ ഏതായാലും കാഫിറാവൂല എന്ന് കിട്ടൂലേ? അതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കാൻ പാടില്ല. ഇവിടെയാണ് നമ്മുടെ ആ ഫേസ്ബുക്കിൽ പ്രതികരിച്ച അദ്ദേഹത്തിന് അബദ്ധം സംഭവിച്ചത്. അദ്ദേഹം ഇത് രണ്ടും ഒന്നാണ് മനസ്സിലാക്കി. എന്നിട്ട് ഈ ആഘോഷങ്ങളിൽ പങ്കുകൊള്ളുന്നതിന്റെ മസല ആചാരങ്ങളിൽ അല്ലെങ്കിൽ വേഷവിധാനങ്ങളിൽ അനുകരിക്കുന്നതുമായിട്ട് കൂട്ടിക്കലർത്തി. ഇത് രണ്ടും ഒരുപോലെയാണ്. ചില ആളുകൾ അദ്ദേഹത്തോട് ടെലിഫോണിലൂടെ മറ്റൊക്കെ സംസാരിക്കുമ്പോ നെയ്യത്തില്ലെങ്കിൽ കുരി തൊടാം, നെയ്യത്തില്ലെങ്കിൽ കുരിശുമാറാതിരിക്കാം. എന്തൊരു ഗൗരവമാണ്, എന്തൊരു മോശമായ അല്ലെങ്കിൽ എന്തൊരു അപകടകരമായ പ്രത്യാഘാതമാണ് ഇതിന്റെ അപ്പുറത്തുള്ളത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അപ്പോ ഇവനെ തങ്ങളെ ഇബാറത്ത് ശ്രദ്ധിക്കുക. ലാ കുഫ്ര ബിഫീരി ശൈഇൻ മിൻ ദാലിക ഫഖദ് സറഹ അസ്ഹാബുനാ. നമ്മുടെ പണ്ഡിതന്മാർ വ്യക്തമായി പറഞ്ഞു ബിഅന്നഹു ലൗ ശദ്ദ സുന്നാർ അലാ വസതിഹി ഔ വദ അലാ റഅസിഹി ഖലൻസ്വത്തൽ മജൂസ് ലം യകുഫർ ബിമുജറദ് ദാലിക. ഒരാൾ സുന്നാർ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രത്യേക വേഷമാണ്, ഒരു പ്രത്യേക ചരടാണത്, ഒരു പ്രത്യേക ചരടാ. ഈ RSSകാരൊക്കെ കൈമുണ്ടാകുന്ന ചരട് പോലത്തെ ഒരു ചരടാണ്. ആ ചരട് ഒരാൾ കെട്ടിയാൽ, അരയിൽ കെട്ടിയാൽ, അല്ലെങ്കിൽ മജൂസികളുടെ പ്രത്യേക തൊപ്പി ഒരാൾ തലയിൽ വെച്ചാൽ അതുകൊണ്ട് മാത്രം കാഫിറാകും എന്നാണ് ആര് പറയുന്നത്? റാഫിമ പറയുന്നത്. പക്ഷെ മുഅ്തമദ് എന്താണ്? കാഫിറാവൂല. ഫഅദമു കുഫ്രിഹി ബിമാ ഫി സുആൽ ഔലാ. അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞത് അത്ര ഗൗരവമുള്ള കാര്യമല്ലല്ലോ, അതുകൊണ്ട് കാഫിറാവൂല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ബൽ ഫഅലു ശൈഇൻ മിമ്മാ ദുകിറ ഫീഹി യഹ്റുമു. എങ്കിലും അമുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങൾ ഒരു മുസ്ലിം പ്രവർത്തിച്ചാൽ അത് ഹറാമാണ്. എന്തുകൊണ്ട്? എപ്പോഴാ ഹറാമാകുക? ഇതാ കസദ ബിഹി തശ്ബീഹനല്ല അത്തശബ്ബുഹ ബിൽ കുഫാർ, കാഫിരീങ്ങളോട് സാദൃശ്യമാകുന്നു എന്നാണ് ഉദ്ദേശമെങ്കിൽ. ലാ മിൻ ഹൈസുൽ കുഫ്റു, കാഫിറായി എന്നതിലുള്ള ഹറാമല്ല, മറിച്ച് കുറ്റം ചെയ്തു എന്നതിലുള്ള ഹറാമാണ്. വ ഇല്ല, ഇനി കുഫറിലാണ് ഞാൻ അവരോട് ആഭിമുഖ്യം പുലർത്തുന്നത് എന്നാണോ മനസ്സിലുള്ളതെങ്കിലോ കാന കുഫ്റൻ ഖത്ആ, അവർ പിന്നെ റാഫിമാവിന്റെ ഇടയിൽ നേവിമാവിന്റെ ഇടയിൽ തർക്കമില്ല, നിരുപാധികം അയാൾ കാഫിറാണ്. ഫൽഹാസിൽ, അപ്പൊ ഇനി മൊത്തം കേട്ടോ. അന്നഹു ഇൻ ഫഅല ദാലിക ബിഖസ്ദി തശബ്ബുഹി ബിഹിം ഫീ ശിആരിൽ കുഫ്രി, കുഫറിന്റെ ചിഹ്നത്തിൽ സാദൃശ്യമാകുന്നു എന്നാണ് ഉദ്ദേശമെങ്കിൽ കഫറ ഖത്അൻ, നിസ്തർക്കം അവൻ കാഫിറാകും. ഔ ഫീ ശിആരിൽ ഈദി, ആഘോഷത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യം എന്നാണ് മനസ്സിലെങ്കിൽ, അല്ലോ മനസ്സിലാവും, അവർ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യം നമ്മളും ചെയ്യുന്നു, ആഘോഷത്തിന്റെ അടയാളത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് ഉദ്ദേശമെങ്കിൽ ഖത്ഇനൽ കുഫ്രി, ഇത് കാഫിരീങ്ങളുടെ പണിയാണല്ലോ എന്നൊന്നും ചിന്തിക്കാതെയാണെങ്കിൽ ലം യകുഫർ, അവൻ കാഫിറാവൂല. വലാകിന്നഹു യസ്മു, എങ്കിലും അത് ഹറാമാണ്, കുറ്റമാണ്. ഇനി ശരിക്കും ഇനി അടിവരട്ട കാര്യം ശ്രദ്ധിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. വൈലം യക്സിരി തശബ്ബുഹ ബിഹിം അസ്ലം വലാറ് വറൈസൻ. എന്താ അർത്ഥം? ഇനി അവര് നമ്മുടെ നാട്ടില് അവര് പപ്പടം കാച്ചി, അവര് നല്ല പഴംപൊരി ഉണ്ടാക്കും, നമ്മുടെ വീട്ടിൽ പഴംപൊരി ഉണ്ടാക്കാൻ പാടില്ല പറയാൻ പറ്റും. അവർ നല്ല നെയ്ച്ചോറുണ്ടാക്കും, നമ്മുടെ വീട്ടിൽ നെയ്ച്ചോറുണ്ടാക്കാൻ പാടില്ല പറയാൻ പറ്റും. അപ്പൊ ഒരു നിലക്കും ആഭിമുഖ്യം പുലർത്തുന്നു എന്നോ ഒന്നും ചിന്തിക്കാതെ നമ്മുടെ വീട്ടിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് അതിലൊരു കുഴപ്പമില്ല. അതേ സമയത്ത് വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്നത് കുഴപ്പമില്ല എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ആഘോഷപരമായ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലോ നമ്മുടെ സദസ്സിലോ യാതൊരു ചിന്തയും കൂടാതെ നിർവഹിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് അവരുടെ ഐഡന്റിറ്റിയായ, അവരിൽ നിന്നല്ലാതെ ഉണ്ടാവാത്തതായ, അവരുടെ മതപരമായ, അവരുടെ സാംസ്കാരികമായ വേർതിരിവിനെ അടയാളപ്പെടുത്തുന്നതായ ആചാരങ്ങൾ, ശീലങ്ങൾ, വേഷവിധാനങ്ങൾ, പ്രവർത്തനങ്ങൾ, അത് നമ്മളൊരു ഉദ്ദേശം കൂടാതെ ചെയ്താൽ അതിന് കുഴപ്പമില്ല എന്ന് ഇബ്നു ഹജർ തങ്ങൾ ഫതാവൽ കുബ്രയിൽ പറഞ്ഞിട്ടില്ല. എവിടെ പറഞ്ഞത്? ശ്രദ്ധിക്കുന്നുണ്ടോ? അത് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുന്ന
ഈ പറഞ്ഞ മറുപടിയോട് യോജിക്കുന്ന മറുപടി നബി ഇമാമിന് ശേഷമുള്ള നമ്മുടെ ചില പണ്ഡിതന്മാർ, നമ്മുടെ ചില ഇമാമിങ്ങൾ പറഞ്ഞതായിട്ട് പിന്നീട് ഞാൻ കണ്ടു. ഫഖാല, അദ്ദേഹം പറയാൻ, വമിൻ അക്ബഹിൽ ബിദഇ, ഏറ്റവും വലിയ ദുരാചാരമാണ് മുവാഫഖത്തുൽ മുസ്ലിമീന നസാറ, മുസ്ലിമീങ്ങൾ ക്രിസ്ത്യാനികളോട് യോജിക്കൽ, ഫി അയ്യാദിഹിം, അവരുടെ ആഘോഷങ്ങളിൽ, ബിത്തശബ്ബുഹ് ബിഅക്ലിഹിം വൽ ഹദിയ്യത്തി ലഹും, അവരുടെ ഭക്ഷണങ്ങൾ അതേ ഭക്ഷണങ്ങൾ നമ്മളുണ്ടാക്കുക, അങ്ങനെ സാദൃശ്യമാകുക, അവർക്ക് ഹദിയ കൊടുക്കുക, അതുപോലെ അവർ നൽകുന്ന ഹദിയ സ്വീകരിക്കുക. ഇതൊക്കെ ഏറ്റവും വലിയ ദുഷിച്ച ആചാരമാണ് എന്ന് പിൻഗാമികളായ ചില പണ്ഡിതന്മാർ പറഞ്ഞത് പിന്നീട് ഞാൻ കണ്ടു എന്നാരാ പറയുന്നത്? മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല പറയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ അപ്പൊ ആ ഫത്വയിൽ പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെ അതിനുശേഷം അതിനുപോകലകമായിട്ട് മഹാനായ മാലിക്കി മദ്ഹബിന്റെ ഇമാമായ ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു തആല ഈ വിഷയമായിട്ട് സുദീർഘമായി പറഞ്ഞ കാര്യം അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് ബാങ്ക് കൊടുത്തു, ഒരു 10 മിനിറ്റിന് ശേഷം നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങുക. അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഇങ്ങോട്ട് ക്ലാസ്സിലേക്ക് കയറിയതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു 1/4 മണിക്കൂർ കൂടി പറഞ്ഞാൽ, പിന്നെ ഈ പറഞ്ഞതിന് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഒരു 1/4 മണിക്കൂർ ഈ വിശാദനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച കൂടി ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം. മതപരമായ ഐഡന്റിറ്റിയെ അടയാളപ്പെടുത്തുന്ന വേഷവിധാനങ്ങള്, ആചാരങ്ങള്, അതുപോലെ പ്രവർത്തനങ്ങൾ, അത് നിർവഹിക്കുന്നതിന്റെ വിധിയാണ് ബിഗയിൽ പറഞ്ഞത്. അത് അവരുടെ മതത്തിനോട് താൽപര്യപ്പെട്ടുകൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ കുഫറിന്റെ അടയാളത്തിൽ ആഭിമുഖ്യം പുലർത്തുന്നു എന്ന ചിന്തയോടെയാണെങ്കിൽ കാഫിറാണ്. അതേപോലെ തന്നെ അത് ധരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ പോവുകയാണെങ്കിലും കാഫിറാണ്, അവരോടൊപ്പം പങ്കെടുത്തുകൊണ്ട്. ഇനി അവരുടെ ആഘോഷ ചിഹ്നം, അതൊരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമെന്ന് വിചാരിക്കുക. ആ ആഘോഷം അതിന്റെ ഒരു കാര്യം എന്ന നിലക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഹറാമാണ്. അല്ലാതെ ഇതൊന്നും ഉദ്ദേശിക്കാതെയാണെങ്കിൽ കറാഹത്താണ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ടുന്ന കാര്യമാണ്. ഇനി ആഘോഷപരമായ കാര്യങ്ങൾ, ഉദാഹരണം അവരുടെ കളികൾ, അവരുടെ ഭക്ഷണ രീതികൾ, ഇപ്പോൾ അവരുടെ ആഘോഷപരമായ നല്ല കളർ വസ്ത്രങ്ങളൊക്കെ, അത് മുസ്ലിമീങ്ങൾ അത് ചെയ്യുക എന്നതിന്റെ വിധി അവരുടെ കുഫറിൽ പങ്കെടുക്കുന്നു എന്നാണ് മനസ്സിലുള്ളതെങ്കിൽ കാഫിറാകും. അല്ല, അവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു എന്നാണെങ്കിൽ ഹറാമാകും. ഇതൊന്നുമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് രണ്ട് വിഷയം. ഒന്നിനെ മറ്റുള്ളതിനോട് കൂട്ടിക്കുഴക്കാൻ പാടില്ല. അങ്ങനെ കൂട്ടിക്കുഴച്ചു എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ച ചിലരുടെ അബദ്ധമാണ് എന്നുമാണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. ഇനി ഒരു ഇബാറത്ത് കൂടി കേൾക്കാം. ഖാത്തിമത്ത്, അതായത് 3-ാമത്തെ പേജിലുള്ള 2-ാമത്തെ ഇബാറത്താണ്. ഖാത്തിമത്ത് യുഅസ്സറു മൻ വാഫഖൽ കുഫാറ ഫീ അഅയാദിഹിം, കാഫിരീങ്ങളോട് അവരുടെ ഉത്സവങ്ങളിൽ യോജിപ്പ് പുലർത്തുന്ന ആളുകളെ ഭരണകൂടം ഇടപെട്ടുകൊണ്ട് ശിക്ഷിക്കണം. ഇത് ബഹുമാനപ്പെട്ട ഖത്തീബ് ശിർബീനിയുടെ ഇബാറത്താണ്. ഈ ഇബാറത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബുജൈരിമി പറയുകയാണ്, ഖൗലുഹു മൻ വാഫഖൽ കുഫാറ ഫീ അഅയാദിഹിം, എന്താണ് ഇതിന്റെ അർത്ഥം? കാഫിരീകളുടെ ആഘോഷങ്ങൾ അതിൽ നമ്മൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവരുടെ കൂട്ടത്തിൽ തന്നെ പോയിക്കൊള്ളുന്നില്ല, മറിച്ച്
അവരുടെ ആഘോഷ ദിവസത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്താണ് അതിന്റെ വിധി? വഹാദാ ഹറാമുൻ, അത് ഹറാമാണെന്ന്. വഹാദാ ഹറാമെന്ന്. അതുകൊണ്ടാണ് അത് മയസിയത്തായതുകൊണ്ടാണ് ഇമാം ഇസ്ലാമിക ഭരണകൂടമാണ് രാജ്യത്ത് ഭരിക്കുന്നതെങ്കിൽ അത്തരം ആളുകളെ കുറിച്ച് കാണാൻ എന്ത് ചെയ്യണം? ശിക്ഷ കൊടുക്കണം. എന്ത് ശിക്ഷ? ജയിലിലെ അല്ലെങ്കിൽ എന്താണോ ഭരണകൂടം പാസാക്കുന്നതെങ്കിൽ ആ ശിക്ഷ കൊടുത്തുകൊണ്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞ അസ്സുജൂദിൽ ഗൈരില്ല എന്നുള്ളൊരു വിഷയം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് ഞാൻ പറഞ്ഞു അമുസ്ലിമീങ്ങളിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന വേഷവിധാനങ്ങൾ, അവരുടേതായ മാത്രം ആരാധനാരീതികൾ, അവരുടേതായ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞല്ലോ. അതിന് ഉദാഹരണം പറഞ്ഞു സുജൂദിൽ സലീബ്, കുരിശിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യാം. അതൊരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്. അപ്പൊ കുരിശിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുക, വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുക, എന്താണ് അതിന്റെ വിധി? ഇവിടെ പലപ്പോഴും വിദഈകളായ മുജാഹിദുകൾ, വഹാബികൾ, അവർക്കിവിടെ കാര്യമായ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ കുരിശിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്തു, അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുമ്പിൽ പോയി സുജൂദ് ചെയ്തു, അയാൾ കാഫിറാണെന്നാണ് ദുനിയാവിനും ആഖിറത്തിനും. അതേ സമയത്ത് ഒരാൾ ഉസ്താദിനെ ബഹുമാനിക്കാൻ വേണ്ടി സുജൂദ് ചെയ്തു, അല്ലെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ വേണ്ടി സുജൂദ് ചെയ്തു, അതല്ലെങ്കിൽ ഒരു മഹാനെ ബഹുമാനിക്കാൻ വേണ്ടി സുജൂദിൽ കടന്നു. സുജൂദാറ നെറ്റിത്തടം നിലത്ത് വെച്ച് കിടക്കുക, നെറ്റിത്തടം നിലത്ത് വെച്ചുകൊള്ള ഹൈയത്തിൽ കിടക്കുക, അതിനെപ്പറ്റിയാണ് സുജൂദ് എന്ന് പറയാം. അങ്ങനെ സുജൂദ് ചെയ്താൽ അതിന്റെ വിധി എന്താണ്? സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാകും അയാള് തൗഹീദിന്റെ ആളാണെന്നുള്ളത്. അയാൾ അഞ്ചോത്ത് നിസ്കരിക്കുന്ന ആളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള ദിക്റിന്റെ ആളാണ്, അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ് എന്ന് ഖരീനത്ത് കൊണ്ട് അവിടെ ബോധ്യമാവുകയാണെങ്കിൽ, എന്നാൽ അയാളെപ്പറ്റി കാഫിർ എന്ന് പറയാൻ പാടില്ല. അയാൾ ചെയ്യുന്നത് ഹറാമാണ്. മനസ്സിലാക്കണം? അയാളെപ്പറ്റി കാഫിർ എന്ന് പറയാൻ പാടില്ല എന്നാ. അതിനൊരു ഇബാറത്ത് കൂടി മാത്രം ഇപ്പോൾ നമുക്ക് പറയാം. ഇത് നമുക്ക് നിസ്കരിച്ചതിന് ശേഷം ബാക്കി തുടരാം. വമിൻഹാ, ഇമാം ഇബ്നു ഹജർ തങ്ങൾ അൽ ഇഅ്ലാം ബി ഖവാത്തിൽ ഇസ്ലാമിൽ പറയുകയാണ്, വമിൻഹാ ഐ മിനൽ മുകഫിറാത്തി, ഒരു മനുഷ്യനെ മതപുഷ്ടരാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് കുല്ലു ഖൗലിൻ ഔ ഫിഅലിൻ സദറ അൻ തഅമ്മുദിൻ വസ്തിഹ്സാഇൻ ബിദ്ദീൻ സരീഹിൻ, ഏതൊരു വാക്കാവട്ടെ പ്രവൃത്തിയാവട്ടെ ബോധപൂർവം മതത്തെ പരിഹസിച്ചുകൊണ്ട് ഒരാളിൽ നിന്നുണ്ടായാൽ, കസ്സുജൂദിൽ സനമി ഔ ലിശംസ്, ബിംബത്തിന് സുജൂദ് ചെയ്യും പോലെ അല്ലെങ്കിൽ സൂര്യന് സുജൂദ് ചെയ്യും പോലെ, അത് ഇസ്ലാമിക നാട്ടിലാവട്ടെ അനിസ്ലാമിക നാട്ടിൽ വെച്ചാവട്ടെ ആ മനുഷ്യൻ കാഫിറാകും പോകും. അവിടെ പറയാണ് ബിശർത്തി അല്ലാ തകൂമ ഖരീനത്തുൻ അലാ അദമി ഇസ്തിഹ്സാഇഹി ഔ ഉദ്രിഹി, അയാൾക്ക് ഉദ്റുണ്ട് എന്നോ അതല്ലെങ്കിൽ അയാൾ മതത്തെ പരിഹസിക്കുന്നില്ല എന്നുള്ളതിനോ വ്യക്തമായ തെളിവ്, സാഹചര്യപരമായ തെളിവ് ഉണ്ടെങ്കിൽ കാഫിറാവൂല. എനിക്ക് മനസ്സിലാക്കണം. ഞാൻ പറയാൻ കാരണം, ഇപ്പൊ നമ്മുടെ ചില ലേഖനത്തിൽ തന്നെ ഒരാൾ അല്ലാത്ത ഒരാളെങ്കിലും സുജൂദിൽ കടന്നാൽ അത് നബിയാണെങ്കിലും ശരി അയാൾ കാഫിറാവെന്ന് പറഞ്ഞു. ഫത്ഹുൽ മുഈനിന്റെ ഇബാറത്താണത്. ആ ഇബാറത്ത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മതത്തെ അപമാനിച്ചുകൊണ്ടല്ല ഇയാൾ ചെയ്യുന്നത് എന്നതിന് അയാളിൽ സാഹചര്യപരമായ തെളിവുണ്ടെങ്കിൽ എന്നാൽ അയാൾ കാഫിറാവൂല. ഫത്ഹുൽ മുഈനിന്റെ ആ ഇബാറത്തിന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ അൽ ഇഅ്ലാം ബി ഖവാത്തിൽ ഇസ്ലാം എന്ന കിതാബിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, ചിലപ്പോൾ അജ്മീറിലൊക്കെ നമ്മൾ കാണാറുണ്ട് ചില ആളുകൾ, അറിവില്ലാത്ത ചില ആളുകൾ അവിടെ സുജൂദ് ശരിക്കും നെറ്റിത്തണം നിർത്തി വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് അത് ശരിയാണെന്നല്ല പറയുന്നത്, പക്ഷെ അതുകൊണ്ട് അയാൾ കാഫിറാവില്ല. കാരണം അയാളുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാം അയാൾ ഒരിക്കലും ഇസ്ലാം ദീനിനെ തലയാക്കാൻ വേണ്ടി ചെയ്യല്ല, അതൊരു ബഹുമാനത്തിന് വേണ്ടി ചെയ്യാണ്. അങ്ങനെ ബഹുമാനം എന്നുള്ളതാണ് അവിടെ നടക്കുന്നത് എന്ന് വ്യക്തമായ സാഹചര്യ തെളിവുണ്ടെങ്കിൽ അയാൾ കാഫിറാവൂല. അപ്പൊ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ വലോ നബിയൻ, നബിയാണെങ്കിലും അത് റിദ്ദത്താണ് എന്ന് പറഞ്ഞത് അത് ഇസ്തിഹ്സാഇന്റെ മേൽ അറിയിക്കുന്ന ഖരീനത്തുകൾ ഇല്ലതാനും, മറിച്ച് അയാൾക്ക് ഇസ്തിഹ്സാ ഇല്ല
അയാൾ മതത്തെ അപമാനിക്കുന്നില്ല എന്നുള്ളതിന് വ്യക്തമായ സാഹചര്യപരമായ തെളിവുകൾ നിലനിൽക്കുകയാണെങ്കിൽ അയാൾ കാഫിറല്ല എന്ന് മനസ്സിലാവും. അപ്പൊ ഫത്തുൽ ബിൻ ഇബാറത്ത് ഉദ്ധരിക്കുമ്പോ അതെവിടെങ്കിലൊക്കെ എഴുതുമ്പോ അതിനെ പരിഭാഷപ്പെടുത്തുമ്പോ ഒന്ന് മനസ്സിലാക്കണം. വായിച്ചിട്ടുണ്ട്? ഇതും കൂടി ചേർക്കണം അവിടെ. ഇത് ചേർക്കണം. അവിടെ ഒരു ഇഷ്കാല. അതേസമയത്ത് ബിംബങ്ങളെ കുരിശ് പോലുള്ളതിന് മുമ്പിൽ സുജൂദ് ചെയ്താൽ നിരുപാധികം കാഫിറാകുമെന്നും മാതാപിതാക്കൾ ഉസ്താദുകൾ ആദരണീയരായ ആളുകളുടെ മുമ്പിൽ സുജൂദ് ചെയ്താൽ കാഫിറാകൂല. ഇതെന്താണ് ഡിഫറൻസ്, വ്യത്യാസം എന്ത് എന്ന് മഹാനായ ഇസ്ബിൻ അബ്ദുസ്സലാം ഒരു സംശയം പ്രകടിപ്പിച്ചു. ഷാഫി മദ്ഹബിലെ ഇമാമുകൾക്കിടയിൽ ചർവണം നടത്തപ്പെട്ട സംശയമാണ്. ആ സംശയം അവസ്ഥസ്കലൽ ഇസ്ബിൻ അബ്ദുസ്സലാം അൽ ഫർഖ ബൈന സുജൂദി സനം വബൈന മാ ലൗ സജദൽ വലദു ലിവാലിദിഹി അലാ ജിഹത്തി തഅദീം ഹൈസു ലാ യകുഫർ. ഒരാൾ ബിംബത്തിൽ സുജൂദ് ചെയ്താൽ കാഫിറാകുന്നു, ഒരു പുത്രൻ പിതാവിന് സുജൂദ് ചെയ്താൽ ബഹുമാനിക്കാൻ വേണ്ടി സുജൂദ് ചെയ്താൽ കാഫിറാവൂല. എന്താ വ്യത്യാസം? അതിന് ഇങ്ങനെ മറുപടി കൊടുക്കാം. ബിഅന്നൽ വാലിദ, മാതാവ് അല്ലെങ്കിൽ പിതാവ്, വറദത്തി ശരീഅത്തു ബിതഅദീമിഹി, അവനെ ബഹുമാനിക്കണമെന്ന് ശരീഅത്ത് കൽപ്പിച്ചിട്ടുണ്ട്. ബൽ വറദ ശർഉ ഗൈരിന, ഈ ഉമ്മത്തിന്റെ മുമ്പുള്ള ഉമ്മത്തീങ്ങൾ ബഹുമാനിക്കാൻ വേണ്ടി സുജൂദ് കടന്നിരുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും കൂട്ടിന് സുജൂദ് തന്നെ കടന്നത്. അതാണ് ഇബ്നു കസീറൊക്കെ പ്രകടനപ്പെടുത്തിയിട്ടുള്ളത്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്ത് വരേക്കുമുള്ള ആളുകൾ ബഹുമാനിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരാളിങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഈ സദസ്സിലേക്ക് പോയി കാര്യപ്പെട്ട ഒരാൾ, ഒരു ഉസ്താദ്, ഇപ്പോ ജാമിഅയിലെ ഉസ്താദ് കടന്നു വരികയാണെങ്കിൽ നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് വെക്കും. എന്നാൽ അദ്ദേഹത്തിന് മുമ്പിൽ സുജൂദിൽ കടന്നുകൊണ്ട് ബഹുമാനിക്കാൻ പറ്റുമോ? അത് ഈ ഉമ്മത്തിന് ഹറാമാണ്, പൂർവ്വകാല ഉമ്മത്തിന് ജായിസായിരുന്നു. അല്ലേ? വഹറൂലഹു സുജ്ജദ എന്ന് ഖുർആൻ പറഞ്ഞില്ലേന്ന. അതുകൊണ്ട് തന്നെ ശറഅ് ബഹുമാനിക്കാൻ വേണ്ടി കൽപ്പിച്ച ആളുകൾ, മാതാപിതാക്കൾ, ഉസ്താദുമാർ പോലുള്ള ആളുകളുടെ മുമ്പിൽ സുജൂദിൽ കിടക്കുക എന്നുള്ളത് അത് മതത്തെ അപമാനിക്കുക എന്നതിനല്ല എന്ന് സാഹചര്യപരമായ തെളിവും കൂടി ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അയാൾ എന്താവില്ല, കാഫിർ. പക്ഷേ ഇസ്ലാം അതിനെ ഹറാമാക്കുന്നു. ഈ ഉമ്മത്തിന്റെ ശരീഅത്ത് അതിനെ ഹറാമാക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുന്നല്ല പറയുന്നത്, ഹറാമാണ്. പക്ഷെ എന്തല്ല, മതത്തിൽ നിന്ന് പുറത്തു പോകൂല. അതാണ് ഇതിന്റെ മസല. നിരുപാധികം ഒരു കാര്യപ്പെട്ട ഒരാളെ മുമ്പിൽ നെറ്റിത്തളം നിരത്തി വെച്ചുകൊണ്ട് സുജൂദിൽ കടക്കുക എന്നുള്ളത് നിരുപാധികം ഹറാമാണ് എന്ന് പറയാൻ പറ്റൂല. അത് മതത്തെ അപമാനിക്കാനല്ല എന്നുള്ളതിന് അയാളുടെ ജീവിതത്തിൽ നിന്ന്, പ്രവർത്തനത്തിൽ നിന്ന്, വേഷവിധാനത്തിൽ നിന്ന്, സാഹചര്യത്തിൽ നിന്ന് തെളിവുണ്ടെങ്കിൽ അതിനെപ്പറ്റി എന്തേ പറയാൻ പറ്റുള്ളൂ? ഹറാം എന്നേ പറയാൻ പറ്റുള്ളൂ, കുഫ്ർ എന്ന് പറയാൻ പറ്റൂല. ഇതെല്ലാവരും മനസ്സിലാക്കണം. പല ആളുകളും അതിന് അബദ്ധം പറയാറുണ്ട്. പിന്നെ വലൈസ മിൻ ഹാദാ മാ യഫ്അലു എന്ന് പറയാം. അദ്ദേഹം പറയാം, സുമ്മ മക്തബാഹു കലാമുഹു ഐനി അശ്ശൈഖ് ഇസ്സുദ്ദീൻ മിൻ അന്നൽ ഉലമാ കൽ വാലിദി. മകൻ പിതാവിന് സുജൂദ് ചെയ്യൽ കുഫ്റല്ലാത്തതുപോലെ തന്നെയാണ് സാധാരണക്കാരൻ ഒരു ആലിമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യലും കുഫ്റല്ല. എന്തുകൊണ്ട്? യദുല്ലു അലൈഹി മാ ഫിർ റൗളത്തി ആഖിറ സുജൂദി തിലാവ. ഇതിന്റെ തെളിവ് ഇമാം നബവി തങ്ങൾ റൗളയിൽ പറഞ്ഞതാണ്. എന്താ? വലൈസ മിൻ ഹാദാ, സുജൂദ് ചെയ്താൽ കാഫിറാകുമെന്ന് പറയുന്ന ആ നിയമത്തിൽ പെടൂല മാ യഫ്അലുഹു കസീറൂന മിനൽ ജഹലത്തി വാലിമീന, വാലിമീങ്ങളായ വിഡ്ഢികളിൽപ്പെട്ട ഒരുപാട് ആളുകൾ ചെയ്യുന്ന പ്രവർത്തനം. അതെന്താ? മിന സുജൂദി ബൈന യദയിൽ മശായിഖി, മശായിഖന്മാരെ ശൈഖന്മാരുടെ മുമ്പിൽ പോയിട്ട് സുജൂദ് കറക്കുക. ഫഇന്ന ദാലിക ഹറാമുൻ ഖത്അ, അത് ഹറാമാണെന്നതിൽ തർക്കമില്ല. ബികുല്ലി ഹാൽ, ഏത് നിലയ്ക്ക് ചിന്തിച്ചാൽ. വഫീ ബഅദി സുവരിഹാ മാ യഖ്തദിൽ കുഫ്റ, അതിന്റെ പല രൂപങ്ങളിൽ ചില രൂപത്തിൽ മാത്രമേ കാഫിറായി പോകുന്ന രൂപമുള്ളൂ. അതെന്താ? ഞാനിപ്പോ ഈ സുജൂദിൽ കിടക്കുന്നത് ഈ ഷെയ്ഖ് അള്ളാഹിനെ ബഹുമാനിക്കും പോലെ ബഹുമാനിക്കാനെന്ന് കരുതി, അല്ലെങ്കിൽ ഈ ഷെയ്ഖിനെ ഞാൻ ഇബാദത്ത് എടുക്കാന്ന് കരുതി, എന്നാൽ കാഫിറാകും, ഇല്ലെങ്കിൽ കാഫിറാകൂല. ഇതാരാ പറയുന്നത്? ഇമാം നബവി തങ്ങളാ പറയുന്നത്. എവിടെ പറയുന്നത്? റൗളയിലാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫത്ഹുൽ മുഈനിൽ മഖ്ലൂഖിന് സുജൂദ് ചെയ്താൽ മുർത്തദ്ദായി പോകും, കാഫിറായി പോകും. വലൗ നബിയൻ, അത് നബിയാണെങ്കിലും ശരി എന്ന് പറഞ്ഞ ഇബാറത്തിനെ റൗളയുടെ ഇബാറത്ത് കൊണ്ട് മനസ്സിലാക്കണം. ആ ഇബാറത്തിനെ ഇമാം ഇബ്നു ഹജർ തങ്ങൾ അൽ-ഇഅ്ലാം ബി ഖവാത്തിൽ ഇസ്ലാം എന്ന ഈ വിഷയത്തിൽ മാത്രം രചിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ പറഞ്ഞ ഇബാറത്ത് കൊണ്ട് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? നിരുപാധികം ഒരാൾ മറ്റൊരാൾ മുമ്പിൽ സുജൂദ് ചെയ്യൽ കാഫിറാന്ന് പറയരുത്. അത് ഈ വഹാബിയാലും മൗദൂദിയാലും കണ്ണി കണ്ട മുബ്തദീങ്ങളും വിവരമില്ലാത്ത
ജാഹിലികളായ പടുവിഡ്ഢികളായ പുത്തൻവാദികൾ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളാണ്. അത് സുന്നികളായ നമ്മളൊരിക്കലും പറഞ്ഞു പോകരുത് എന്ന് മാത്രം ഈ വിഷയവുമായിട്ട് ഉണർത്തുകയാണ് മഹാനായ ഇമാം ഇബ്നു അബ്ദുൽ ഹൈതമി അൽ-ഇലാബി ഖവാത്തിൽ ഇസ്ലാമിലാണ് ഇക്കാര്യം പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് കൂടി അതിന്റെ സൂചന പറഞ്ഞു നിർത്താം. അതായത് ഇനിയിപ്പോ ഒരാള് ആ മുസ്ലിമീങ്ങളുടെ നിലവിളക്ക്, ആ മുസ്ലിമീങ്ങളുടെ ആ ഭാവവും ആ വണക്കവും ആ കാറ്റിക്കൂട്ടലും ഒന്നുമില്ല, അവരുടെ കൂട്ടത്തിൽ പങ്കെടുക്കുന്നില്ല, അവരുടെ ആഭിമുഖ്യം പുലർത്തുന്നൊന്നും ചിന്തിക്കുന്നുമില്ല, അങ്ങനെയൊന്നുമല്ലാതെ ഇപ്പൊ നമ്മളെ ഈ പരിപാടി, നമ്മുടെ ഈ ക്ലാസ് ഉദ്ഘാടനം ചെയ്യാണ്. ആരെ ഉദ്ഘാടനത്തിന്? ബഹുമാനപ്പെട്ട മുസ്തഫ തങ്ങളെ നമ്മൾ വിളിച്ചുകൊണ്ടുവരികയാണ്. അദ്ദേഹം തങ്ങളാണ്, സയ്യിദാണ്. നമ്മളിവിടെ ഇവിടുത്തെ സംഘാടകരായ ജവാഹിർ സുന്ന റിസർച്ച് കൗൺസിൽ ഒരു നിലവിളക്ക് കൊടുത്തു വെച്ചിരുന്നു. എന്നാ ഉദ്ഘാടനം തുടങ്ങല്ലേ? തുടങ്ങി. അപ്പോ ഒരു സിഗരറ്റ് ലാമ്പ് അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി കൂട് കൊടുത്തു. അദ്ദേഹം അതിങ്ങനെ കരുതി തിരിട്ട് കത്തിച്ചു. എന്താ അതിന്റെ വിധി? ആ മുസ്ലിമീങ്ങൾ ആ ഒരു ഭാവവും ആ ഒരു ശൈലിയൊന്നുമില്ല. അപ്പൊ പിന്നെ അവരുടെ പ്രത്യേക ആചാരം എന്നതിനെപ്പറ്റി പറയാൻ പറ്റില്ല. വെറും നിലവിളക്ക് എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞല്ലോ. നിലവിളക്കിനെ നമ്മൾ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. നിലവിളക്ക് കത്തിക്കുന്നതിനെ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ ഒരു മംഗളകാര്യം ആരംഭിക്കാൻ, ഒരു തഫാവുൽ, ഒരു നല്ല ലക്ഷണം കൊണ്ട് തുടങ്ങാൻ ഇങ്ങനെ കത്തിച്ചു തുടങ്ങാൻ പറ്റുമോ? അത് ചെയ്തുകൂടെ? അതിന് വിസ്മരിക്കൂടെ എന്നതാണ് ചോദ്യം. ഇൻഷാ അല്ലാഹ് അതിനുള്ള മറുപടി നിസ്കാരത്തിന് ശേഷം നമുക്ക് തുടരാൻ. നിങ്ങൾ എല്ലാവരും നേരേക്ക് തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അവിടെ ചോദ്യം വന്നിട്ട് അതിനുള്ള മറുപടിയൊക്കെ നമുക്ക് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.